മാസ്റ്റർ കി അക്കാദമിയുടെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പറയുന്നത് മുൻവർഷ ചോദ്യങ്ങളും അനുബന്ധ വസ്തുതകളുമാണ്. അതായത് നമ്മൾ ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ മുൻവർഷ ചോദ്യങ്ങളും അനുബന്ധ വസ്തുതകളുമാണ് നമ്മളിവിടെ പറയുന്നത്. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വചനപ്രത്യയം ഇല്ലാത്ത വരി ഏത്? വചനപ്രത്യയം ഇല്ലാത്ത വരി ഏത്? ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ, തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽ പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. ഒന്നല്ലി നാമയി സഹോദരരല്ലി പൂവേ ഒന്നല്ലി കയ്യിഹ രചിച്ചത് നമ്മയെല്ലാം. കണ്ണേ മടങ്ങുക കരിഞ്ഞു മലിഞ്ഞു മാഷു മണ്ണാകുമീ മലര് വിസ്മൃതമാകും ഇപ്പോൾ. അപ്പം ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. വചനപ്രത്യയം ഇല്ലാത്ത വരി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പം നമ്മുടെ ആൻസർ വരുന്നത് ഏതാണ്? കണ്ണേ മടങ്ങുക കരിഞ്ഞു മലിഞ്ഞു മാഷു മണ്ണാകുമീ മലര് വിസ്മൃതമാകും ഇപ്പോൾ. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, എന്താണ് വചനപ്രത്യയം? ഏതൊക്കെയാണ് വചനപ്രത്യയം? ഇതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. എന്താണ് വചനം? വചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു നാമം ഒന്നോ അതിലധികമോ എന്ന് കാണിക്കാൻ നാമത്തിന്റെ ഒടുവിൽ വരുത്തുന്ന രൂപമാറ്റത്തെയാണ് എന്ത് പറയുന്നത്? വചനം എന്ന് പറയുന്നത്. അപ്പൊ വചനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു നാമം ഒന്നോ അതിലധികമോ എന്ന് കാണിക്കാൻ നാമത്തിന്റെ ഒടുവിൽ വരുത്തുന്ന രൂപമാറ്റം. വചനം 2 വിധമുണ്ട്. ഏതൊക്കെയാണ്? ഏകവചനവും ഉണ്ട്, ബഹുവചനവും ഉണ്ട്. ഒരുപാട് പരീക്ഷകൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതായത് ഏകവചനത്തിന്റെ പ്രത്യയം എന്താണ്, ബഹുവചനത്തിന്റെ പ്രത്യയം ഏതാണ് എന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ ഏകവചനം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാം ഒന്നിനെ കാണിക്കുന്നതാണ് ഏകവചനം. ഉദാഹരണം പറയാം. പൂവെന്ന് പറയുമ്പോൾ അത് ഏകവചനത്തെയല്ലേ കാണിക്കുന്നത്? പൂവ് എന്നുള്ളത് ഏകവചനമാണ് അല്ലെ? അപ്പം ഏകവചനത്തിന് എന്തോ ഇല്ല? പ്രത്യയം ഇല്ല. ഏകവചനത്തിന് എന്തില്ല? പ്രത്യയം ഇല്ല. ഇനി ബഹുവചനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒന്നിൽ കൂടുതൽ എണ്ണത്തെ കാണിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ബഹുവചനം എന്ന് പറയുന്നത്. അപ്പൊ ബഹുവചനത്തിന്റെ പ്രത്യയങ്ങളാണ് അറ്, മാർ, കള്ള്. ബഹുവചനത്തിന്റെ പ്രത്യയങ്ങൾ ഏതൊക്കെയാണ്? അറ്, മാർ, കൾ എന്നിവയാണ്. മനസ്സിലായോ? അപ്പൊ എന്താണ് വചനം? ഒരു നാമം ഒന്നോ അതിലധികമോ എന്ന് കാണിക്കാൻ നാമത്തിന്റെ ഒടുവിൽ വരുത്തുന്ന രൂപമാറ്റം. വചനം 2 വിധമുണ്ട്. ഏകവചനവും ഉണ്ട്, ബഹുവചനവും ഉണ്ട്. ഏകവചനം ഒന്നിനെ കാണിക്കുന്നതാണ്, അവിടെ പ്രത്യയവും ഒന്നുമില്ല. ബഹുവചനമാണെങ്കിൽ ഒന്നിൽ കൂടുതൽ എണ്ണത്തെ കാണിക്കുന്നതാണ്, അവിടുത്തെ പ്രത്യയങ്ങളാണ് അറ്, മാർ, കള്ള്. ഉദാഹരണം നമുക്ക് പറയാം. എന്താ പറയാം? പൂക്കൾ എന്ന് പറയാം അല്ലേ? അപ്പൊ പൂവെന്ന് പറഞ്ഞപ്പം അത് ഏകവചനം, പൂക്കൾ എന്ന് പറഞ്ഞപ്പോഴോ അത് ബഹുവചനം. അപ്പൊ അറ്, മാർ, കള്ള് ഇവയാണ് നമ്മൾ എന്ത് പറയുന്നത്? വചനപ്രത്യയം എന്ന് പറയുന്നത്. അപ്പൊ വചനപ്രത്യയങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റിക്കരുത്. ഏതൊക്കെയാണ്? അറ്, മാർ, കൾ എന്നിവയാണ് അല്ലെ? അറ്, മാർ, കൾ എന്നിവയാണ്. ഓക്കെ, അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നുകൊണ്ട് നമ്മൾ ആ ക്വസ്റ്റ്യനിലോട്ട് ഒന്ന് പോകാം. നോക്കിക്കേ, വചനപ്രത്യയം ഇല്ലാത്ത വരി ഏത് എന്നാണ്. അപ്പൊ നമ്മുടെ വചനപ്രത്യയങ്ങൾ ഏതൊക്കെയാ? അറ്, മാർ, കള്ള്. ഇതില്ലാത്ത വരിയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അല്ലെ? അപ്പൊ നോക്കിക്കേ, അറ്, മാർ, കൾ എന്നിവയാണ് വചനപ്രത്യയം. അതില്ലാത്ത വരികളാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ. കണ്ടോ, ഇവിടെ കള്ളില്ലേ? കൾ എന്നുള്ള പദമില്ലേ? പൂക്കൾ. ഓക്കെ, ഇനി എടുത്ത് നോക്കിയ തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽ പൂമ്പാറ്റകൾ. പൂമ്പാറ്റകൾ, നൽ പൂമ്പാറ്റകൾ. ഓക്കെ, നൽ പൂമ്പാറ്റകൾ. അവിടെ എന്തുണ്ട്? കൾ എന്ന് പറയുന്ന പ്രത്യയം ഉണ്ട്. ഓക്കെ, ഒന്നല്ലി നാമയി സഹോദരരല്ലി. സഹോദരർ, അർ എന്ന് പറയുന്ന ഒരു പ്രത്യയം അവിടെയുണ്ട്. മനസ്സിലായോ? അപ്പം ഈ 3 എന്തുകൊണ്ട്? ബഹുവചന പ്രത്യയം ഉണ്ട്. ഇനി നോക്കിക്കേ, കണ്ണേ മടങ്ങുക കരിഞ്ഞു മലിഞ്ഞു മാഷു മണ്ണാകുമീ മലര് വിസ്മൃതമാകും ഇപ്പോൾ. ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പം നമ്മുടെ ആൻസർ ഏതാണ്? ഡി ആണ്. വചനപ്രത്യയം ഇല്ലാത്ത വരി ഏതാണെന്നാണ് ചോദിച്ചത്. അതിന്റെ ആൻസർ എന്താണ്? കണ്ണേ മടങ്ങുക കരിഞ്ഞു മലിഞ്ഞു മാഷു മണ്ണാകുമീ മലര് വിസ്മൃതമാകും ഇപ്പോൾ. ഓക്കെ അല്ലേ?
അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ വചനപ്രത്യയങ്ങൾ ഏതൊക്കെയാണെന്ന് ഓർത്തിരിക്കുക. അറ്, മാർ, കള്ള്. മുമ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഏകവചനത്തിന്റെ പ്രത്യയം ഏത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചോദിച്ചു. അർ, മാർ, കൾ ഇവയൊന്നുമല്ല എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കേരള സർക്കാർ കത്തുകളിൽ ഇംഗ്ലീഷിലെ ഫ്രം എന്നതിന് പകരമായി ഉപയോഗിക്കാൻ നിശ്ചയിക്കപ്പെട്ട വാക്ക് ഏത് എന്നാണ്. അപ്പം ഇംഗ്ലീഷിൽ ഫ്രം ഉപയോഗിക്കുന്നത്, ഫ്രമിന് പകരം നമ്മൾ മലയാളത്തിൽ ഏത് വാക്കാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ ശ്രദ്ധിക്കുക. പ്രേക്ഷിതൻ, പ്രേക്ഷകൻ, 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 പ്രേക്ഷിതൻ എങ്ങനെയാണ് തന്നിരിക്കുന്നത്. നമ്മുടെ ആൻസർ എന്താണ്? സി ആണ്, പ്രേക്ഷകൻ എന്നുള്ളതാണ്. പ്രേക്ഷകൻ. ഓക്കെ, അപ്പൊ കേരള സർക്കാർ കത്തുകളിൽ ഇംഗ്ലീഷിലെ ഫ്രം എന്നതിന് പകരമായി ഉപയോഗിക്കാൻ നിശ്ചയിക്കപ്പെട്ട വാക്ക് ഏതാണ്? പ്രേക്ഷകൻ എന്നാണ്. അപ്പൊ കുറച്ച് വാക്കുകൾ നോക്കാം. അപ്പൊ പ്രേക്ഷകൻ എന്ന് പറഞ്ഞാൽ, പ്രേക്ഷകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അയക്കുന്നയാൾ എന്നാണ്. പ്രേക്ഷകൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അയക്കുന്നയാൾ. അതായത് ഫ്രമിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രേക്ഷകൻ എന്നുള്ളതാണ്. ഇനി പ്രേക്ഷകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്ഷയാണ് വരുന്നതെങ്കിൽ അത് കാണുന്നയാളാണ്, വ്യൂവർ എന്ന് പറയാം അല്ലെ, വ്യൂവർ. അപ്പൊ പ്രേക്ഷകൻ കാണുന്നയാളാണ്, പ്രേക്ഷകൻ അയക്കുന്നയാളാണ്. ഇനി പ്രേക്ഷിതൻ എന്താ? അയക്കപ്പെട്ടവൻ, അയക്കപ്പെട്ടവൻ അല്ലെങ്കിൽ പറഞ്ഞയക്കൽ എന്നൊക്കെയുണ്ട് എന്തിന്റെ മീനിങ്? പ്രേക്ഷിതൻ എന്നുള്ളതിന്റെ മീനിങ്. ഇനി പ്രേക്ഷിതനാണെങ്കിലോ കാണപ്പെട്ടവൻ എന്നാണ്. പ്രേക്ഷിതൻ എന്താണ്? കാണപ്പെട്ടവൻ. ഓക്കെ, പ്രേഷണം എന്നാലോ? പ്രേഷണം എന്ന് പറഞ്ഞാൽ അത് സന്ദേശമാണ്. ഇനി പ്രേക്ഷണം എന്ന് പറഞ്ഞാൽ അത് കാഴ്ചയാണ്. ക്ലിയർ ആണോ? അപ്പൊ പ്രേക്ഷകൻ അയക്കുന്നയാളാണ്, ഫ്രം ആണ്. പ്രേക്ഷകൻ കാണുന്നയാളാണ്, വ്യൂവർ. പ്രേക്ഷിതൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അയക്കപ്പെട്ടവൻ അല്ലെങ്കിൽ പറഞ്ഞയക്കൽ എന്നാണ്. പ്രേക്ഷിതൻ കാണപ്പെട്ടവനാണ്. പ്രേഷണമോ സന്ദേശം, പ്രേക്ഷണം എന്താണ്? കാഴ്ചയാണ്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. പ്രേഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സന്ദേശം. അപ്പൊ പ്രേക്ഷിതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അയക്കപ്പെട്ടവനാണ്. ഇനിയോ പ്രേക്ഷിതൻ എന്ന് പറഞ്ഞാൽ, അല്ല പ്രേക്ഷകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അയക്കുന്നയാള് എന്നാണ്. ഈ രീതിയിൽ ഇത് ഓർത്തിരിക്കുക. അതുപോലെ പ്രേക്ഷണം എന്ന് പറഞ്ഞാൽ കാഴ്ച എന്നാണ്. പ്രേക്ഷണം കാഴ്ച. ഇനി പ്രേക്ഷിതൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണപ്പെട്ടവൻ എന്നാണ്. ഇനി പ്രേക്ഷകൻ എന്ന് വെച്ച് കഴിഞ്ഞാലോ കാണുന്നയാള് എന്നാണ്. ഓക്കെ, ഇനി അടുത്ത ശ്രദ്ധിക്കുക. ക്ഷണം. ക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ? ക്ഷണം, ക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷണിക്കുക. ക്ഷണിക്കുക എന്നുള്ളത് ഉണ്ടല്ലോ. അപ്പൊ ക്ഷണിക്കുക എന്നതിന്റെ നാമമായിട്ട് നമുക്ക് എന്തുപയോഗിക്കാം? ക്ഷണം ഉപയോഗിക്കാം. അതുപോലെ വേറൊരു അർത്ഥമുണ്ട്, ക്ഷണം നേരം എന്നൊക്കെ കേട്ടിട്ടില്ലേ? പെട്ടെന്ന് അല്ലെ, അല്പനേരം എന്നൊക്കെയാണ് എന്തിന്റെ അർത്ഥം? ക്ഷണം എന്ന വാക്കിന്റെ അർത്ഥമായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ക്ഷണനം എന്നാണെങ്കിലോ വധം എന്നാണ്. ക്ഷണനം എന്ന വാക്കിന്റെ അർത്ഥം വധം എന്നാണ്. ജാത്യന്തൻ, ജാത്യാന്തൻ, കണ്ടോ വ്യത്യാസം ശ്രദ്ധിക്കുക. ജാത്യന്തൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ജാത്യന്തൻ എന്ന് പറയുമ്പോൾ ജാതി വ്യവസ്ഥയിൽ അല്ലെ ജാതി വിചാരത്തിൽ അന്ധനായിട്ടുള്ളവനെ പറയുന്നതാണ് എന്തുവാ? ജാത്യന്തൻ. ഇനി ജാത്യാന്തനോ? ജാത്യാന്തൻ അന്ധന ജന്മന കാഴ്ചയില്ലാത്ത ആളെ പറയുന്നതാണ് എന്തുവാ? ജാത്യാന്തൻ. ജന്മന കാഴ്ചയില്ലാത്ത ആളാണ് ജാത്യാന്തൻ. എന്നാൽ ജാതി വിചാരത്തിൽ അന്ധനായിട്ടുള്ളവനാണ് ഏതാ? ജാത്യന്തൻ. അടുത്ത നോക്കിക്കേ, പ്രഭവം. പ്രഭവം എന്ന് പറഞ്ഞാൽ ഉത്ഭവം എന്നാണ്. പ്രഭാവം എന്ന് പറഞ്ഞാൽ മഹിമ അല്ലെങ്കിൽ ശോഭ. പ്രഭവം, പ്രഭവസ്ഥാനം കേട്ടിട്ടില്ലേ? പ്രഭവസ്ഥാനം, ഉത്ഭവം, പ്രഭാവം, അതിന്റെ പ്രഭാവം കണ്ടില്ലേ? അപ്പൊ അതെന്താണ്? മഹിമ അല്ലെങ്കിൽ ശോഭ എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്നു. ഇനി വിവക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? വിവക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്, പറയാനുള്ള ആഗ്രഹമാണ് എന്താ? വിവക്ഷ. പറയാനുള്ള ആഗ്രഹം വിവക്ഷയാണെങ്കിൽ പറയാൻ ആഗ്രഹിച്ചതാണ് വിവക്ഷിതം. അപ്പൊ വിവക്ഷിതത്തിന്റെ അർത്ഥം പറയാൻ ആഗ്രഹിച്ചത്. പറയാനുള്ള ആഗ്രഹം വിവക്ഷ, പറയാൻ ആഗ്രഹിച്ചത് വിവക്ഷിതം. ഇനിയോ പറയാൻ ആഗ്രഹിക്കുന്നവനാണെങ്കിൽ വിവക്ഷു എന്ന് പറയാം. പറയാൻ ആഗ്രഹിക്കുന്നവൻ ഒറ്റപ്പദം എന്താണ്? വിവക്ഷു അല്ലേ?
ഒറ്റപ്പദമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് വിവക്ഷയൊക്കെ. അപ്പൊ വിവക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാനുള്ള ആഗ്രഹമാണ്. വിവക്ഷിതം എന്ന് പറഞ്ഞാൽ പറയാൻ ആഗ്രഹിച്ചതാണ്. വിവക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ ആഗ്രഹിക്കുന്നവനാണ്. ഓക്കെ, അടുത്ത് നോക്കിക്കേ, ഘാതകൻ. ഘാതകൻ ദായാണ് വന്നിരിക്കുന്നത്. അപ്പം ഘാതകൻ എന്ന് പറയുമ്പം ഭക്ഷിക്കുന്നവെന്നാണ്. അപ്പൊ നിങ്ങൾ ഓർക്കുക, ദോശയ്ക്കൊരു ദാ ഉണ്ടല്ലോ, അപ്പൊ ആ ഒരു ദാ വെച്ച് ഓർക്കുക. അപ്പൊ ദോശ കഴിക്കുന്നവെന്നൊക്കെ ഓർക്കുമ്പം അത് കിട്ടും കേട്ടോ. അപ്പൊ നോക്കിയേ, ഘാതകൻ ഭക്ഷിക്കുന്നവൻ. ഈ ഘാതകനോ തായാണ് വരുന്നതെങ്കിൽ കുഴിക്കുന്നവൻ എന്നാണ്. ഘാതകൻ കുഴിക്കുന്നവൻ. അടുത്ത് നോക്കിക്കേ, ഘാതകൻ. ഘാതകൻ നമുക്കറിയാം കൊലയാളി എന്നാണ്. ഘാതകൻ എന്താണ്? കൊലയാളി. അപ്പൊ ഘാതകൻ ഭക്ഷിക്കുന്നവൻ, ഈ ഘാതകനോ കുഴിക്കുന്നവൻ. ഘാതകൻ എന്താണ്? കൊലയാളി. ഓക്കെ, അടുത്ത് നോക്കിക്കേ, ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏകദേശം എന്നാണ്. ഉദ്ദേശം, ഉദ്ദേശം, ഏകദേശം. ഉദ്ദേശ്യമോ ലക്ഷ്യം. നമ്മൾ പറയാറുണ്ട് ഏകദേശം 10 പേര് പങ്കെടുത്തു എന്നൊക്കെ പറയാറുണ്ട് ഇല്ലയോ? അപ്പൊ ഏകദേശം എന്ന് പറയുമ്പോൾ ഏകദേശം ആ ഏകദേശം ആണ് ഈ ഉദ്ദേശം. മനസ്സിലായി? ഏകദേശം ഉദ്ദേശം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഏകദേശം. അപ്പൊ നമ്മൾ പറയാറുണ്ട് ഉദ്ദേശം ഇത്ര പേര് പങ്കെടുത്തു അല്ലേ? ഉദ്ദേശം ഇത്ര പേര് പങ്കെടുത്തു എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏകദേശം എന്നാണ്. എന്നാൽ ഉദ്ദേശം, അവന്റെ ഉദ്ദേശം എന്തായിരുന്നു അല്ലേ? ഉദ്ദേശ്യം, ലക്ഷ്യം. എന്താണ്? ലക്ഷ്യം. അപ്പൊ ഉദ്ദേശം എന്താണ്? ഏകദേശമാണ്. ഉദ്ദേശ്യം എന്താണ്? ലക്ഷ്യം എന്നാണ്. ഓക്കെ, ആകാരം. ആകാരം എന്ന് പറഞ്ഞാൽ ആകൃതി അല്ലെങ്കിൽ രൂപം എന്നാണ്. ആകാരം എന്താണ്? ആകൃതി അല്ലെങ്കിൽ രൂപം അല്ലെ? ഇനി അടുത്ത് നോക്കിക്കേ, ആകരമാണെങ്കിലോ, ആകാരം ഗായാണെങ്കിൽ എന്ത് വരും? വീട് എന്നർത്ഥം വരും. ആകാരം വീട്. ഇനിയോ ആകരം. ആകരം എന്താ? ഇരിപ്പിടം. അപ്പൊ ശ്രദ്ധിക്കുക, ആകാരം, ആകാരം, ആകാരം. ആകാരം എന്ന് വെച്ചാൽ ആകൃതി അല്ലെങ്കിൽ രൂപം എന്നാണ്. ഇനി ആകാരമാണെങ്കിൽ വീടാണ്, ആകരമാണെങ്കിൽ ഇരിപ്പിടം. അടുത്ത് നോക്കിക്കേ, വയസ്സൻ. വയസ്സൻ എന്ന് പറഞ്ഞാൽ ആരാ? വൃദ്ധനല്ലേ? വയസ്സൻ വൃദ്ധനാണ്. ഇനി വയസ്യനോ? വയസ്സൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമവയസ്സുള്ളവൻ, അല്ലെങ്കിൽ നമുക്ക് വേറൊന്ന് പറയാം, കൂട്ടുകാരൻ എന്ന് പറയാം. അപ്പൊ നോക്കിക്കേ, വയസ്സൻ വൃദ്ധനാണ്. വയസ്യൻ എന്ന് പറയുമ്പം സമവയസ്സുള്ളവൻ അല്ലെങ്കിൽ കൂട്ടുകാരൻ. അടുത്ത സമവായം. സമവായം എന്ന് പറഞ്ഞാൽ വേർപിരിയാത്ത ബന്ധം എന്നാണ്. സമവായം വേർപിരിയാത്ത ബന്ധം. സമന്വയമാണെങ്കിലോ കൂട്ടിയിണക്കൽ എന്നാണ്. സമന്വയം, കൂട്ടിയിണക്കൽ. അപ്പൊ സമവായം എന്ന് പറഞ്ഞാൽ വേർപിരിയാത്ത ബന്ധം, സമന്വയം എന്ന് പറഞ്ഞാൽ എന്താണ്? കൂട്ടിയിണക്കൽ എന്നാണ്. ക്ലിയർ ആയോ? അപ്പൊ ആകാരം, ആകാരത്തിന്റെ അർത്ഥം എന്താ? ആകാരം രൂപമല്ലെങ്കിൽ ആകൃതി എന്നൊക്കെയാണ്. രൂപം അല്ലെങ്കിൽ ആകൃതി എന്നൊക്കെയാണ് ആകാരം എന്ന വാക്കിന്റെ അർത്ഥം. ആകാരമാണെങ്കിൽ വീട്, ആകരം ഇരിപ്പിടമാണ്. വയസ്സൻ വൃദ്ധൻ, വയസ്യൻ സമവയസ്സുള്ളവൻ അല്ലെങ്കിൽ കൂട്ടുകാരൻ. സമവായം വേർപിരിയാത്ത ബന്ധം, സമന്വയം എന്താ? കൂട്ടിയിണക്കൽ. ക്ലിയർ ആയില്ലയോ? അടുത്ത ശ്രദ്ധിക്കുക, കപാലം. കപാലം എന്ന് പറഞ്ഞാൽ തലയോട് എന്നാണ്. കപാലം തലയോട്. കപോലമാണെങ്കിലോ അത് കവിൾത്തടം എന്നാണ്. കപോലം. കപോതമാണെങ്കിൽ മാടപ്രാവ് എന്നാണ് അർത്ഥം. അപ്പൊ കപാലത്തിന്റെ അർത്ഥം തലയോട്, കപോലം കവിൾത്തടം, കപോതം മാടപ്രാവ്. അപചയം. അപചയവും അപചയവും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ പറയുന്നത്. അപചയമാണെങ്കിൽ നാശം, അപജയമാണെങ്കിൽ തോൽവി. അപചയം നാശം, അപജയം തോൽവി എന്നാണ്. ഗാത്രം, ശരീരം, ഗോത്രം എന്താ? വംശമാണ്. ഗാത്രം, ശരീരം, ഗോത്രം എന്താണ്? വംശമാണ്. ഷഷ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഷഷ്ടി, ഷഷ്ടി എന്ന് വെച്ച് കഴിഞ്ഞാല് ഷഷ്ടി 6 ആണ്. ഷഷ്ടി എന്താ? 60 ആണ് അല്ലെ? ഷഷ്ടി വ്രതം ഒക്കെ പറയത്തില്ലേ? ഷഷ്ടി വ്രതം എന്ന് പറയുമ്പോൾ നമ്മൾ ഇതാ ഉപയോഗിക്കുന്നത്. അപ്പൊ 6 ദിവസത്തെ വ്രതമാണ് ഈ ഷഷ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഷഷ്ടി പൂർത്തി എന്ന് പറയുമ്പം 60 വയസ്സാകുമ്പോഴല്ലേ. ഇനി സന്താനം എന്ന് പറഞ്ഞാൽ മക്കൾ എന്നാണ്. സന്താനം, മക്കള്. ഈ സന്താനമാണെങ്കിലോ കൂട്ടിച്ചേർക്കൽ എന്നാണ്. സന്താനം, സന്താനം മക്കള്, സന്താനം കൂട്ടിച്ചേർക്കൽ. സമവായം, നമ്മൾ നേരത്തെ പറഞ്ഞ സമവായം വേർപിരിയാത്ത ബന്ധമാണ്. സമന്വയോ കൂട്ടിയിണക്കൽ എന്നാണ്. അടുത്ത എന്താ? കഥനം.
കഥനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ദുഃഖം എന്നാണ്. കഥനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ദുഃഖമാണ്. കഥനം എന്താണ്? പറച്ചിൽ എന്നാണ്. കഥനം ദുഃഖം, കഥനം എന്താ? പറച്ചിൽ. അപ്പൊ ഷഷ്ടി എന്താ? 6, ഷഷ്ടി 60. വ്യത്യാസം കണ്ടോ? 0 ഡായാണെങ്കിൽ 6, എസ് ഡായാണെങ്കിലോ 60. സന്താനം മക്കള്, സന്താനം കൂട്ടിച്ചേർക്കൽ. സമവായം വേർപിരിയാത്ത ബന്ധം, സമന്വയമാണെങ്കിൽ കൂട്ടി ഇണക്കല്. കഥനം ദുഃഖം, കഥനം പറച്ചിൽ എന്നാണ്. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. വ്യത്യസ്തമായ സമാസമുള്ള പദം ഏത് എന്നാണ് ചോദിച്ചത്. മരപ്പൊടി, പീതാംബരൻ, സുമുഖി, നാൻമുഖൻ. നമ്മുടെ ആൻസർ എന്തായിട്ട് വരും? മരപ്പൊടി എന്നാണ്. വ്യത്യസ്തമായ സമാസമുള്ള പദം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരപ്പൊടി എന്നാണ്. മരപ്പൊടി നമ്മൾ വിഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? മരത്തിന്റെ പൊടി എന്നാണ്. മരപ്പൊടി വിഗ്രഹിക്കുന്നത് മരത്തിന്റെ പൊടി. പീതാംബരനാണെങ്കിലോ പീതമായ അമ്പരത്തോട് കൂടിയവൻ എന്നാണ്. പീതമായ അമ്പരത്തോട് കൂടിയവൻ. ധാരാ ശ്രീകൃഷ്ണനെയല്ലേ നമ്മൾ പറയുന്നത്. ഇനി നോക്കിക്കേ, സുമുഖി എന്ന് പറഞ്ഞാൽ എന്താ? സുമുഖി സുന്ദരമായ മുഖത്തോട് കൂടിയവളെ പറയുന്നതാണ് സുമുഖി എന്ന്. അപ്പൊ അതൊരു സുന്ദരിയെ പറയുകയാണ് അല്ലെ. ഇനിയോ നാൻമുഖൻ എന്ന് വെച്ച് കഴിഞ്ഞാലോ, നാൻമുഖൻ എന്ന് വെച്ച് കഴിഞ്ഞാല് 4 മുഖമുള്ളവനെയാണ് നമ്മൾ നാൻമുഖൻ എന്ന് പറയുന്നത്. അതാരാണ്? ബ്രഹ്മാവാണ് അല്ലെ. അപ്പം നോക്കിക്കേ, അപ്പം ഇത് മൂന്നും പറയുന്നത് മറ്റൊരു വ്യക്തിയെ കുറിച്ചാണ് അല്ലെ. പീതമായ അമ്പരത്തോട് കൂടിയവൻ, സുന്ദരമായ മുഖത്തോട് കൂടിയവള്, 4 മുഖത്തോട് കൂടിയവൻ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ വിഗ്രഹിക്കുന്നത്. എന്നാൽ മരപ്പൊടിയോ മരത്തിന്റെ പൊടി. അപ്പൊ വ്യത്യാസമുള്ളത് ഏതാണ്? മരപ്പൊടി എന്ന് പറയുന്നതാണ്. ഓക്കെ അല്ലയോ? അപ്പൊ എന്താണ് സമാസം എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കുന്നത്. എന്താണ് സമാസം? സമാസം എന്ന് പറഞ്ഞാൽ വിഭക്തി പ്രത്യയങ്ങൾ ഇല്ലാതെ പദങ്ങളെ കൂട്ടിച്ചേർത്ത് എന്നതിന് പറയുന്ന പേരാണ് സമാസം. അപ്പൊ വിഭക്തി പ്രത്യയങ്ങൾ ഇല്ലാതെ പദങ്ങളെ നമ്മൾ കൂട്ടിച്ചേർത്ത് എഴുതും. ഇതിന് പറയുന്ന പേരെന്താണ്? സമാസം എന്നാണ്. സമാസം അല്ലെങ്കിൽ നമുക്ക് വേറൊരു പേര് കൊടുക്കാം, സമസ്ത പദം എന്ന് പറയാം. ഇതിനെ നമുക്ക് ഈ രീതിയിലും പറയാം. വിഭക്തിക്കുറി കൂടാതെ പദയോഗം സമാസമാം. സമാസമാം. അപ്പൊ വിഭക്തിക്കുറി കൂടാതെ പദയോഗത്തിന് പറയുന്ന പേരാണ് സമാസം എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഉദാഹരണം എന്താ? നദീതീര. ഉദാഹരണം നമുക്ക് നോക്കേ. നദീ തീരം അല്ലെ. നദീ തീരം, ഇത് 2 പദങ്ങളല്ലേ. ഈ പദങ്ങളെ നമ്മൾ ചേർത്തെഴുതി. എങ്ങനെ? നദീതീരം എന്ന് എഴുതി. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സമാസം എന്ന് പറയുന്നത്. അപ്പൊ സമാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? വിഭക്തി പ്രത്യയങ്ങൾ ഇല്ലാതെ 2 പദങ്ങളെ കൂട്ടിച്ചേർത്തതിന് പറഞ്ഞ പേരാണ് സമാസം. ഈ സമാസത്തെ നമുക്ക് മറ്റൊരു പേര് പറയാം, സമസ്ത പദം എന്ന് പറയാം. വിഭക്തിക്കുറി കൂടാതെ പദയോഗം സമാസമാം എന്നാണ് അതിന് നമുക്ക് പറയുന്നത്. ഓക്കെ, ഈ സമസ്ത പദത്തെ വിഭക്തി പ്രത്യയങ്ങളുടെ അടിസ്ഥാനത്തിൽ പിരിച്ചെഴുതുന്നതിന് പറയുന്ന പേരാണ് വിഗ്രഹിക്കുക അല്ലെങ്കിൽ ഘടകപദങ്ങളാക്കുക. വിഗ്രഹിക്കുക അല്ലെങ്കിൽ ഘടകപദങ്ങളാക്കുക എന്ന് പറയുമ്പോൾ എന്തുവാ? സമസ്ത പദത്തെ വിഭക്തി പ്രത്യയങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇങ്ങനെ പിരിച്ചെഴുതുന്നു. അപ്പോൾ ഉചിതമായ പ്രത്യയങ്ങൾ ചേർത്താണ് പദങ്ങളെ നമ്മൾ വിഗ്രഹിക്കുന്നത്. ഉചിതമായ പ്രത്യയങ്ങൾ ചേർത്താണ് പദങ്ങളെ നമ്മൾ വിഗ്രഹിക്കുന്നത്. നോക്കിക്കേ, നദീതീരം. നദീതീരം പറയുമ്പോൾ നമ്മൾ എങ്ങനെ ഉപയോഗിക്കും? നദിയുടെ തീരം. അപ്പം നദീ തീരം, ഈ 2 പദങ്ങൾ തമ്മിൽ ഉടൈ എന്ന് പറയുന്ന പ്രത്യയം വെച്ചാണ് നമ്മൾ എന്ത് ചെയ്തത്? ചേർപ്പിച്ചത് അല്ലെ. അപ്പം ഇതിന് പറയുന്ന പേരാണ് എന്തുവാ? വിഗ്രഹിക്കുക അല്ലെങ്കിൽ ഘടകപദങ്ങളാക്കുക. അങ്ങനെ വിഗ്രഹിക്കുമ്പോൾ ലഭിക്കുന്ന ആദ്യ പദത്തെ പൂർവപദം എന്നും അവസാന പദത്തെ എന്തോ പറയും? ഉത്തരപദം എന്നും, അർത്ഥമുണ്ടാകാൻ വേണ്ടി മധ്യത്തിൽ ചേർത്ത പദത്തെ മധ്യമ പദം എന്നും പറയുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, വിഗ്രഹിക്കുമ്പോൾ ലഭിക്കുന്ന ആദ്യ പദത്തെ നമ്മൾ എന്ത് പറയും? പൂർവപദം. അവസാന പദത്തെ ഉത്തരപദം. ഇനി അർത്ഥമുണ്ടാകാൻ വേണ്ടി നമ്മൾ മധ്യത്തിൽ ചേർത്ത പദത്തെ മധ്യമ പദം എന്ന് പറയുന്നു. ഉദാഹരണം ശ്രദ്ധിക്കുക, തീവണ്ടി. ഈ പദം നമ്മൾ എങ്ങനെ വിഗ്രഹിക്കും?
തീയാൽ ഓടുന്ന വണ്ടി എന്ന് വിഗ്രഹിച്ചു. അപ്പൊ തീ എന്ന് പറയുന്നതിൽ ഇവിടുത്തെ പൂർവ്വപദം എന്ത് വന്നു? തീ വന്നു. ഓടുന്ന എന്നുള്ളത് മധ്യമ പദമായി, വണ്ടി എന്നുള്ളത് എന്താണ്? ഉത്തരപദമായി. അപ്പൊ തീ പൂർവ്വപദം, വണ്ടി ഉത്തരപദം, ഓടുന്ന എന്നുള്ളത് എന്താ? മധ്യമ പദം. ഓക്കെ. എപ്പോഴും ഘടകപദങ്ങൾ ആക്കിയതിനു ശേഷം മാത്രമേ സമാസം ഏതാണെന്ന് നിർണയിക്കാൻ കഴിയൂ. അപ്പൊ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഘടകം തരുന്നത് ചിലപ്പം എന്തായിട്ടായിരിക്കും? സമസ്ത പദമായിട്ടായിരിക്കും തരുന്നത്. ഈ സമസ്ത പദത്തെ നമ്മൾ എന്ത് ചെയ്യണം? ഘടകപദങ്ങളാക്കണം. ഘടകപദങ്ങളാക്കിയതിനു ശേഷം മാത്രമേ സമാസം ഏതാണെന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. ക്ലിയർ ആയില്ലേ? ഇനിയോ പൂർവോത്തര പദങ്ങളുടെ പ്രാധാന്യം അനുസരിച്ച് സമാസത്തെ നമ്മൾ എത്ര ആയിട്ട് തിരിക്കുന്നു? 4 ആയിട്ട് തിരിക്കുന്നു. അതിൽ ഒന്നാമത്തേതാണ് അവ്യയീഭാവൻ. അവ്യയീഭാവൻ എന്ന് പറഞ്ഞാല് ഘടകപദങ്ങൾ ആക്കുമ്പോൾ ആദ്യ പദത്തിന് അല്ലെങ്കിൽ പൂർവ്വപദത്തിന് പ്രാധാന്യം. നമ്മൾ ഘടകപദങ്ങൾ ആക്കുന്ന സമയത്ത് ആദ്യ പദത്തിനാണ് പ്രാധാന്യം വരുന്നതെങ്കിൽ അതെന്തായിരിക്കും? അവ്യയീഭാവനായിരിക്കും. അപ്പം സസ്നേഹം എന്ന പദത്തെ നമ്മൾ വിഗ്രഹിക്കുകയാണ്. എങ്ങനെ വിഗ്രഹിച്ചു? സ്നേഹത്തോടു കൂടി എന്നുള്ളത് അല്ലെ. അപ്പം നോക്കിക്കേ, ഇവിടുത്തെ അതായത് ഇത് സമസ്ത പദമാണ്, ഇതിനെ നമ്മൾ ഘടകപദങ്ങളാക്കി അല്ലെ. അപ്പൊ ഘടകപദങ്ങളാക്കിയപ്പോൾ സ്നേഹത്തിനല്ലേ ഇവിടെ പ്രാധാന്യം എന്ന് പറഞ്ഞത്? സ്നേഹത്തോടു കൂടി അല്ലെ. അപ്പൊ ഇവിടെ സ്നേഹത്തിനാണ് പ്രാധാന്യം. അപ്പം ആദ്യത്തെ പദം ഏതാ? പൂർവ്വപദമാണ്. പൂർവ്വപദത്തിന് പ്രാധാന്യം വന്നാൽ അതെന്താണ്? അവ്യയീഭാവനാണ്. അനുദിനം, ദിനം തോറും, ദിനത്തിന് പ്രാധാന്യം വന്നു. പ്രതിമാസം, മാസം തോറും, അവിടെ എന്തിന് പ്രാധാന്യം വന്നു? മാസത്തിന് പ്രാധാന്യം വന്നു. ക്ലിയർ ആയോ? അപ്പം എന്താണ് പറഞ്ഞത്? ഘടകപദങ്ങളാക്കുമ്പോൾ ഏത് പദത്തിന് പ്രാധാന്യം വരേണ്ടത്? ആദ്യ പദത്തിന് പ്രാധാന്യം വരണം. ക്ലിയർ ആയല്ലോ? അടുത്ത ശ്രദ്ധിക്കുക. തൽപുരുഷ സമാസമാണ്. തൽപുരുഷ സമാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഘടകപദങ്ങളാക്കുമ്പോൾ ഏത് പദത്തിനാ പ്രാധാന്യം? ഉത്തരപദത്തിന്, അല്ലെങ്കിൽ നമുക്ക് പറയാം അവസാന പദത്തിന് പ്രാധാന്യം എന്ന് പറയാം. രണ്ടാമത്തെ പദമല്ല, അവസാനത്തെ പദത്തിന് പ്രാധാന്യം. അവസാനത്തെ പദത്തിന് പ്രാധാന്യം. അപ്പൊ ഉദാഹരണം, നദീതീരം. നദീതീരം എന്ന് പറഞ്ഞാൽ നദിയുടെ തീരം എന്നാണ്. പക്ഷെ നദിയുടെ തീരം എന്ന് പറയുമ്പോഴേ അവിടെ തീരത്തിനാണ് പ്രാധാന്യം വരുന്നത് അല്ലെ. നദി ഏതും ആയിക്കോട്ടെ, അവിടുത്തെ തീരത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നദിയുടെ തീരം. മരക്കൊമ്പ്, മരത്തിന്റെ കൊമ്പ്, കൊമ്പിനാണ് പ്രാധാന്യം. അങ്ങനെയാണെങ്കിൽ അവസാന പദത്തിനാണ് പ്രാധാന്യം വരുന്നതെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? തൽപുരുഷ സമാസം എന്ന് പറയാം. അടുത്തയാണ് തൽപുരുഷ സമാസം. തൽപുരുഷ സമാസത്തിൽ ചേർക്കുന്ന വിഭക്തി പ്രത്യയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതിനെ നമുക്ക് എത്ര ആയിട്ട് തിരിക്കാം? 7 ആയിട്ട് തിരിക്കാം. തൽപുരുഷ സമാസത്തിൽ ചേർക്കുന്ന വിഭക്തി പ്രത്യയങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ 7 ആയിട്ട് തിരിക്കുകയാണ്. അപ്പൊ തൽപുരുഷം ഇങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പൊ നിർദ്ദേശിക തൽപുരുഷനാണ് ആദ്യത്തേത്. നിർദ്ദേശിക തൽപുരുഷൻ. തൽപുരുഷൻ ഇങ്ങനെയാണ് എഴുതേ. ഓക്കെ. നിർദ്ദേശിക തൽപുരുഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഘടകപദങ്ങളാക്കുമ്പോൾ എന്ന പ്രത്യയം അല്ലെങ്കിൽ എന്ന പദം ചേർന്ന് വരുന്നതാണ് നിർദ്ദേശിക തൽപുരുഷൻ. അപ്പൊ നിർദ്ദേശിക തൽപുരുഷൻ എന്ന് പറയുമ്പോൾ ഘടകപദങ്ങളാക്കുമ്പോൾ അവിടെ എന്താ വരേണ്ടത്? എന്ന. നമുക്കറിയാം നിർദ്ദേശിക വിഭക്തിക്ക് പ്രത്യയമൊന്നുമില്ല. പക്ഷെ നമ്മൾ സമാസം പറയുമ്പോൾ അവിടെ എന്ന പദം വരികയാണെങ്കിൽ അത് എന്താണ്? നിർദ്ദേശിക തൽപുരുഷനാണ്. ഉദാഹരണം നോക്കിക്കേ, ഹിമാലയ പർവ്വതം എന്നുള്ളത് നമുക്ക് എങ്ങനെ വിഗ്രഹിക്കാം? ഹിമാലയ പർവ്വതം, ഹിമാലയം എന്ന് പറയുന്ന ഒരു പേരല്ലേ, ഒരു പർവ്വതത്തിന്റെ പേരല്ലേ ഹിമാലയം. അപ്പൊ നമ്മൾ എന്താ ഒരു പേര് പറയുമ്പോഴേ എന്ന് ചേർത്ത് വിഗ്രഹിക്കണം. അപ്പൊ ഹിമാലയ പർവ്വതം, ഹിമാലയം എന്ന പർവ്വതം. അപ്പൊ ഹിമാലയം എന്ന പർവ്വതം, ഇവിടെ എന്ന പദം വന്നതുകൊണ്ട് നിർദ്ദേശിക തൽപുരുഷനാണ്. അടുത്ത് നോക്കിക്കേ, നളൻ നൃപൻ എങ്ങനെയാണ് നമ്മൾ വിഗ്രഹിക്കുന്നത്? നളൻ എന്നാ നമ്മൾ പറഞ്ഞേക്കുന്നത്. അപ്പൊ നൃപൻ രാജാവ്. അപ്പൊ നളൻ നൃപൻ എന്ന് പറയുമ്പോൾ നളൻ എന്ന നൃപനാണ്. അപ്പൊ ഇവിടെ എന്ന പ്രത്യയം വന്നിട്ടുണ്ട്. ഇതെന്താണ്? നിർദ്ദേശിക തൽപുരുഷനാണ്. ക്ലിയർ ആയോ? അടുത്ത ശ്രദ്ധിക്കുക. പ്രതിഗ്രാഹിക തൽപുരുഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല്
ഘടകപദങ്ങളാക്കുമ്പോൾ എ എന്ന് ചേർന്ന് വരുന്നു. അപ്പൊ എ എന്ന് ചേർന്ന് വരുമ്പോൾ ഘടകപദങ്ങളാക്കുമ്പോൾ എ എന്ന പ്രത്യയം ചേർന്ന് വരികയാണെങ്കിൽ അത് പ്രതിഗ്രാഹിക തൽപുരുഷനാണ്. അപ്പൊ കോഴി വളർത്തലാണെങ്കിൽ കോഴിയെ വളർത്തലാണ്. കോഴി വളർത്തൽ വിഗ്രഹിക്കുന്നത് എങ്ങനെയാ? കോഴിയെ വളർത്തൽ. മരം കൊത്തി എന്നുള്ളത് വിഗ്രഹിക്കുന്നത് എങ്ങനെയാ? മരത്തെ കൊത്തുന്നത്. അവിടെ എ അല്ലേ വന്നത്. അപ്പൊ എ വരികയാണെങ്കിൽ അതെന്താണ്? പ്രതിഗ്രാഹിക തൽപുരുഷനാണ്. അടുത്തതാണ് സംയോജിക തൽപുരുഷൻ. സംയോജിക തൽപുരുഷൻ എന്ന് പറയുമ്പം ഘടകപദങ്ങളാക്കുമ്പോൾ ഓട് എന്ന പ്രത്യയം ചേർന്ന് വരുന്നു. ഓട്. അപ്പൊ ഘടകപദങ്ങളാക്കുമ്പോൾ ഓട് എന്ന് ചേർന്ന് വരികയാണെങ്കിൽ സംയോജിക തൽപുരുഷൻ. ഉദാഹരണം ദേശഭക്തി, ദേശത്തോടുള്ള ഭക്തി. പിതൃസ്നേഹം, പിതാവിനോടുള്ള സ്നേഹം. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അപ്പൊ നോക്കിയേ, പ്രതിഗ്രാഹിക തൽപുരുഷൻ എന്ന് പറയുമ്പോൾ ഘടകപദങ്ങളാക്കുമ്പോൾ എ എന്ന് ചേർന്ന് വരികയാണെങ്കിൽ പ്രതിഗ്രാഹിക തൽപുരുഷൻ, ഓട് എന്ന് ചേർന്ന് വരികയാണെങ്കിൽ അതെന്താണ്? സംയോജിക തൽപുരുഷനാണ്. ക്ലിയർ അല്ലേ? അടുത്ത ശ്രദ്ധിക്കുക, ഉദ്ദേശിക തൽപുരുഷൻ. ഉദ്ദേശിക തൽപുരുഷൻ എന്ന് പറയുമ്പം ഘടകപദങ്ങളാക്കുമ്പോൾ ഇക്ക് ന് എന്നീ പ്രത്യയങ്ങൾ ചേർന്ന് വരുന്നു. ഘടകപദങ്ങളാക്കുമ്പോൾ ഇക്ക് ന് എന്നിവ ചേർന്ന് വരുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഉദ്ദേശിക തൽപുരുഷൻ. പൂജാപാത്രം, പൂജയ്ക്കുള്ള പാത്രം. ഇക്ക് വന്നില്ലേ? അടുത്ത് നോക്കിയേ, യാഗശാല, യാഗത്തിനുള്ള ശാല. ഇക്ക് ന് വരികയാണെങ്കിൽ ഉദ്ദേശിക തൽപുരുഷൻ. അടുത്തത് ഏതാ? പ്രയോജിക തൽപുരുഷൻ അല്ലെ? പ്രയോജിക തൽപുരുഷൻ എന്ന് പറയുമ്പം ഘടകപദങ്ങളാക്കുമ്പോൾ ആലെന്നോ കൊണ്ടെന്നോ ചേർന്ന് വരുന്നു. ഘടകപദങ്ങളാക്കുമ്പോൾ ആല്, കൊണ്ട് എന്നിവ ചേർന്ന് വരികയാണെങ്കിൽ അതെന്താണ്? പ്രയോജിക തൽപുരുഷനാണ്. മൺപാത്രം വിഗ്രഹിക്കുന്നത് എങ്ങനെയാ? മൺപാത്രം, മണ്ണ് കൊണ്ടുള്ള പാത്രത്തെയാണ് നമ്മൾ മൺപാത്രം എന്ന് പറയുന്നത് അല്ലെ? അപ്പം മണ്ണ് കൊണ്ടുള്ള. വാത്സല്യാർദ്രം, വാത്സല്യത്താൽ ആർദ്രമായത്, വാത്സല്യത്താൽ ആർദ്രമായത്. അപ്പൊ ഇതിന് നമുക്ക് എന്താ പറയാം? പ്രയോജിക തൽപുരുഷൻ എന്ന് പറയാം. അപ്പൊ ഉദ്ദേശിക തൽപുരുഷനാകുമ്പോൾ ഘടകപദങ്ങളാക്കുമ്പോൾ ഇക്ക് ന് വരുന്നു. പ്രയോജിക തൽപുരുഷനാകുമ്പോൾ ആല്, കൊണ്ട് എന്നിവ ചേർന്ന് വരുന്നു. ക്ലിയർ ആയല്ലോ? അടുത്ത നോക്കിക്കേ, സംബന്ധിക തൽപുരുഷനാണ്. സംബന്ധിക തൽപുരുഷൻ എന്ന് പറയുമ്പം ഘടകപദങ്ങളാക്കുമ്പോൾ ഇന്റെ, ഉടെ എന്നീ പ്രത്യയങ്ങളാണ് ചേർന്ന് വരുന്നത്. ഘടകപദങ്ങളാക്കുമ്പോൾ ഇന്റെ, ഉടെ എന്നീ പ്രത്യയങ്ങൾ ചേർന്ന് വരുന്നു. അപ്പം മരക്കൊമ്പ് എന്ന് പറയുമ്പം മരത്തിന്റെ കൊമ്പ്, മരത്തിന്റെ കൊമ്പ്. പുലിവാൽ, പുലിയുടെ വാല്. അപ്പൊ ഇന്റെ, ഉടെ വന്നു കഴിയുമ്പോൾ അതെന്താണ്? സംബന്ധിക തൽപുരുഷനാണ്. അടുത്ത എന്താ? ആധാരിക തൽപുരുഷനാണ്. ആധാരിക തൽപുരുഷൻ എന്ന് പറയുമ്പോഴേ ഘടകപദങ്ങളാക്കുമ്പോൾ എന്ത് വരും? ഇല്ലെന്ന് പറയുന്ന പ്രത്യയം ചേർന്ന് വരും. ഉദാഹരണം മൺവെട്ടി. മൺവെട്ടി എന്ന് പറയുമ്പോൾ എന്താ? മണ്ണിൽ വെട്ടുന്നതാണ് മൺവെട്ടി അല്ലേ? അപ്പൊ മണ്ണിൽ വെട്ടുന്നത്. നിലന്തലി എന്ന് വെച്ച് കഴിഞ്ഞാലോ നിലത്തിൽ തല്ലുന്നതിനെയാണ് നിലന്തല്ലി. നിലത്തിൽ തല്ലുന്ന ആ വസ്തു ഉണ്ടല്ലോ, അപ്പൊ അതിനെ പറഞ്ഞാണ് എന്തുവാ? നിലന്തല്ലി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ നമ്മള് പഠിച്ചിട്ടുള്ള വിഭക്തി പ്രത്യയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തൽപുരുഷ സമാസത്തെ നമ്മൾ 7 ആയിട്ട് തിരിച്ചത്. നിർദ്ദേശിക തൽപുരുഷൻ ആണ് എങ്കിൽ അതിന് പ്രത്യയമില്ല. പക്ഷേ ഘടകപദങ്ങളാക്കുമ്പോൾ എന്ത് വരണം? എന്ന് ചേർന്ന് വരണം. ഇനി പ്രതിഗ്രാഹികയാണെങ്കിലോ എ എന്നാ വരണ്ട. പ്രതിഗ്രാഹിക എ. സംയോജികയാണെങ്കിൽ ഓട് എന്ന് വരും. സംയോജിക ഓട്. ഉദ്ദേശികയാണെങ്കിലോ ഉദ്ദേശിക വരുന്നത് ഇക്ക്, ന് എന്നിവയാണ്. ഉദ്ദേശിക ഇക്ക്, ന്. അടുത്ത എന്താ? പ്രയോജികയാണ്. പ്രയോജികയുടെ എന്താ? ആല്, കൊണ്ട് എന്നിവയാണ്. പ്രയോജിക ആല്, കൊണ്ട്. അടുത്ത എന്താ? സംബന്ധികയാണ്. സംബന്ധികയുടെ എന്താ? ഇന്റെ, ഉടെ എന്നിവയാണ്. ഇന്റെ, ഉടെ. ആധാരികയുടെ എന്താ? ആധാരികയുടെ ഇല്ലാണ്. ആധാരിക ഇല്ല. ഓക്കെ ആണോ? അപ്പം ഈ രീതിയിൽ പ്രത്യയങ്ങൾ വരുമ്പോൾ അതനുസരിച്ച് നമ്മൾ പേര് കൊടുക്കുകയാണ് തൽപുരുഷ സമാസത്തിന്. ഇനി അടുത്ത ശ്രദ്ധിക്കുക, തൽപുരുഷ സമാസത്തിൽ തന്നെ വിഭക്തി പ്രത്യയങ്ങൾ ഇല്ലാത്ത കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അത് നമുക്ക് നോക്കാം. കർമ്മധാരയൻ, ഇതും തൽപുരുഷ സമാസത്തിൽ വരുന്നതാണ്. ഏതാ? കർമ്മധാരയൻ. ഘടകപദങ്ങളാക്കുമ്പോൾ ആയ എന്ന പ്രത്യയം ചേർന്ന് വരുന്നത്. ഘടകപദങ്ങളാക്കുമ്പോൾ ആയ എന്ന് വരികയാണെങ്കിൽ അതെന്താണ്? കർമ്മധാരയനാണ്.
ഉദാഹരണം മനോഹര രൂപം, മനോഹരമായ രൂപം. പച്ചപ്പട്ട്, പച്ചയായ പട്ട്. അപ്പൊ ഇവിടെ രണ്ടിടും എന്ത് വന്നു? ആയ എന്ന് വന്നു. ആയ വരികയാണെങ്കിൽ അതെന്തായിരിക്കും? കർമ്മധാരയനായിരിക്കും. അടുത്തതാണ് രൂപക തൽപുരുഷൻ. രൂപക തൽപുരുഷൻ എന്ന് പറയുമ്പോൾ ഘടകപദങ്ങളാക്കുമ്പോൾ ആകുന്ന എന്ന പദം ചേർന്ന് വരുന്നു. ആകുന്ന. അപ്പൊ രൂപക തൽപുരുഷൻ ആകുന്ന എന്ന് വരും. കർമ്മധാരയനാണെങ്കിൽ ആയ എന്നായിരിക്കും വരുന്നത്. പൂർവപദവും ഉത്തരപദവും അഭേദാർത്ഥത്തിൽ സമാസിക്കുന്ന തൽപുരുഷ സമാസത്തിന് പറയുന്ന പേരാണ് രൂപക തൽപുരുഷൻ. ഈ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. അതായത് പൂർവപദവും ഉത്തരപദവും അഭേദാർത്ഥത്തിൽ സമാസിക്കുന്ന തൽപുരുഷ സമാസത്തെ പറയുന്ന പേരെന്താണ്? രൂപക തൽപുരുഷൻ എന്നാണ്. ഉദാഹരണം ശ്രദ്ധിക്കുക. ജീവിത ഗ്രന്ഥം എന്ന് പറയുമ്പം ജീവിതമാകുന്ന ഗ്രന്ഥമാണ്, ആകുന്ന. ഇനി ഹൃദയ സരസ് എന്ന് പറയുന്നതോ ഹൃദയമാകുന്ന സരസ് എന്നാണ്. ഹൃദയമാകുന്ന സരസ്. അപ്പം രൂപക തൽപുരുഷത്തിൽ നമ്മൾ നോക്കേണ്ട. രൂപക തൽപുരുഷത്തിൽ എന്ത് വരും? ആകുന്ന വരും. ഇനി കർമ്മധാരയനകത്ത് എന്തോ വരും? ആയ എന്ന് ചേർന്ന് വരും. ക്ലിയർ ആയല്ലോ? അടുത്തത് മധ്യമ പദലോപി. ഘടകപദങ്ങളാക്കുമ്പോൾ അർത്ഥമുണ്ടാകാൻ വേണ്ടി മധ്യത്തിൽ ചേർത്ത പദം വിഗ്രഹിക്കുമ്പോൾ ലോപിച്ചു പോകുന്നതിന് പറഞ്ഞ പേരാണ് മധ്യമ പദ ലോപി. ഘടകപദങ്ങളാക്കുമ്പോൾ അർത്ഥമുണ്ടാകാൻ വേണ്ടി മധ്യത്തിൽ ചേർത്ത പദം വിഗ്രഹിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ലോപിച്ചു പോകുന്നു. ലോപിക്കുക എന്ന് വെച്ചാൽ എന്താ? ഇല്ലാതാകുന്നു, അല്ലെ? ഉദാഹരണം തീവണ്ടി എന്നാണ്. തീവണ്ടി എങ്ങനെ വിഗ്രഹിക്കുന്നത്? തീയാൽ ഓടുന്ന വണ്ടി. ഈ ഓടുന്ന എന്നപ്പോൾ നമ്മൾ അർത്ഥം ഉണ്ടാകാൻ വേണ്ടി ചേർത്തല്ലേ? അത് പക്ഷെ നമ്മൾ വിഗ്രഹിച്ചപ്പോ പോയല്ലോ. ഇതിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? മധ്യമ പദ ലോപി. പഴക്കട എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? പഴം വിൽക്കുന്ന കടയാണ്. വിൽക്കുന്ന എന്ന പദം ഇവിടെ എന്ത് ചെയ്യുകയാണ്? ലോപിച്ചു പോയിരിക്കുകയാണ്. ക്ലിയർ ആയോ? അപ്പൊ ഘടകപദങ്ങളാക്കുമ്പോൾ അർത്ഥമുണ്ടാകാൻ വേണ്ടി മധ്യത്തിൽ ചേർത്ത പദം വിഗ്രഹിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ലോപിച്ചു പോകുന്നു. അടുത്തതാണ് ദിഗുസമാസം. ദിഗുസമാസം എന്ന് വെച്ച് കഴിഞ്ഞാല് ഘടകപദങ്ങളാക്കുമ്പോൾ സംഖ്യ വരുന്നു. ഘടകപദങ്ങളാക്കുമ്പോൾ സംഖ്യ വരുന്നു. സമാസിക്കുന്ന പദങ്ങളിൽ ആദ്യത്തേത് മലയാളത്തിലെയോ സംസ്കൃതത്തിലെയോ സംഖ്യ ആയിരിക്കും. സമാസിക്കുന്ന പദങ്ങളിൽ ആദ്യത്തേത് മലയാളത്തിലെയോ സംസ്കൃതത്തിലെയോ സംഖ്യ ആയിരിക്കും. അപ്പൊ ഇരുനില എന്ന് പറയുമ്പോൾ എന്താ? രണ്ടു നില. മൂലോകം എന്ന് പറയുമ്പോൾ മൂന്ന് ലോകം. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ ദിഗുസമാസം എന്ന് പറയുമ്പോൾ ഘടകപദങ്ങളാക്കുമ്പോൾ സംഖ്യ വരുന്നതാണ് ദിഗുസമാസം. ഇരുനില, രണ്ടു നില, മൂലോകം, മൂന്ന് ലോകം. ഇനി ഇതേതര ദിഗുസമാസം ഉണ്ട്. ഈ ദിഗുസമാസത്തിൽ തന്നെയുള്ള മറ്റൊന്നാണ് ഇതേതര ദിഗുസമാസം. അത് ഘടകപദങ്ങളാക്കുമ്പോൾ സംഖ്യയും ബഹുവചന രൂപവും ആയിരിക്കും വരുന്നത്. അപ്പൊ സപ്തർഷികൾ എന്ന് പറയുമ്പം 7 മഹർഷികൾ എന്നാണ് പറയുന്നത്. അതുപോലെ നവരസങ്ങൾ എന്ന് പറയുമ്പം 9 രസങ്ങൾ. കണ്ടോ, ഇവിടെ ഈ ബഹുവചന രൂപമല്ലേ വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതെന്താണ്? ഇതേതര ദിഗുസമാസമാണ്. ക്ലിയർ ആണോ? അപ്പൊ ദിഗുസമാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഖ്യ വരും, അല്ലെ? ഘടകപദങ്ങളാക്കുമ്പോൾ സംഖ്യ വരും. എന്നാൽ ഇതേതര ദിഗുസമാസം സംഖ്യയുടെ കൂടെ എന്തായിരിക്കും വരുന്നത്? ബഹുവചന രൂപമായിരിക്കും വരുന്നത്. അടുത്ത ശ്രദ്ധിക്കുക, ഉപമിത സമാസം. ഉപമിത സമാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഘടകപദങ്ങളാക്കുമ്പോൾ പോലെ എന്ന് വരുന്നതാണ് ഉപമിത സമാസം. ഉപമിക്കുകയല്ലേ? പോലെ, പോലെ അവനെ പോലെ, അല്ലെ അവളെ പോലെ എന്നൊക്കെ പറയുമ്പോൾ അതിന് ഉപമിക്കുകയാണ്. ഉപമിക്കും പറയുന്ന പേര് ഉപമിത സമാസം എന്നാണ്. തളിർമേനി, തളിര് പോലെയുള്ള മേനി. ആ മേനിയെ എന്തിനോട് ഉപമിച്ചു? തളിരിനോട് ഉപമിച്ചു, അല്ലെ? അന്നനട, അരയന്നത്തെ പോലെയുള്ള നടപ്പ്. അപ്പം അരയന്നത്തെ പോലെയുള്ള നടപ്പിനോട് അരയന്നത്തെ അതിന്റെ നടപ്പിന് നമ്മൾ വിശേഷിപ്പിച്ചിരിക്കുകയാണ്, അല്ലെ? അരയന്നത്തെ പോലെയുള്ള നടപ്പ് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ പോലെ എന്നത് വന്നു. പോലെ വന്നാൽ എന്താണ്? ഉപമിത സമാസമാണ്. ക്ലിയർ ആയോ? അടുത്ത് നോക്കിക്കേ. അടുത്തതാണ് ദ്വന്ദ്വ സമാസം. ദ്വന്ദ്വ സമാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഘടകപദങ്ങളാക്കുമ്പോൾ പൂർവോത്തര പദങ്ങൾക്ക് തുല്യ പ്രാധാന്യം. ഈ 2 പദങ്ങൾക്കും തുല്യ പ്രാധാന്യമാണ്. ഇടയ്ക്ക് എങ്ങനെ വരും? ഉമ്മെന്നോ ഓ എന്നോ ഒക്കെ വരും. അപ്പൊ ഇടയ്ക്ക് ഉമ്മെന്നോ ഓ എന്നോ വരുന്നു. ദ്വന്ദ്വ സമാസം എന്ന് പറയുമ്പോൾ ഘടകപദങ്ങളാക്കുമ്പോൾ പൂർവോത്തര പദങ്ങൾക്ക് തുല്യ പ്രാധാന്യമാണ്.
വരുന്നതിന് ഉമ്മിന് നമ്മൾ സമുച്ചയാർത്ഥം എന്നും ഓയെ നമ്മൾ വികല്പാർത്ഥം എന്നും പറയും. അപ്പൊ വരികയാണെങ്കിൽ എന്നുള്ള ഇത് വരികയാണെങ്കിൽ, അതായത് നോക്കിയ മാതാപിതാക്കൾ എന്ന് പറയുന്നത്, അപ്പൊ ഇന്ന് നമുക്ക് എങ്ങനെ വിഗ്രഹിക്കാം? മാതാവും പിതാവും. അപ്പൊ ഇവിടെ എന്ന് വന്നില്ലേ? അപ്പൊ ഇത് എന്താ അർത്ഥത്തിൽ ഉപയോഗിക്കുക? സമുച്ചയാർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് സമുച്ചയാർത്ഥത്തിൽ ദ്വന്ദ്വസമാസമാക്കാൻ പറ്റുന്ന പദം ഏതാണെന്ന് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഏതാണ്? മാതാപിതാക്കൾ, മാതാവും പിതാവും. അപ്പൊ അവിടെ എന്നുള്ളത് വന്നത്. ഇപ്പൊ രാപകലാണെങ്കിലോ രാവും പകലും. 5 6 5 6. ഇവിടെ എന്താ വന്നിരിക്കുന്നത്? ഓ എന്നാ വന്നിരിക്കുന്നത്. ഓ വന്നാൽ അതെന്താണ്? വികല്പാർത്ഥത്തിലാണ് ഉപയോഗിക്കേണ്ടത്. ഏതർത്ഥത്തിലാണ്? വികല്പാർത്ഥം. ക്ലിയർ ആയോ? അപ്പൊ ദ്വന്ദ്വ സമാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഘടക പദങ്ങളാക്കുമ്പോൾ പൂർവോത്തര പദങ്ങൾക്ക് തുല്യ പ്രാധാന്യമാണ്. ഇടയ്ക്ക് എന്നോ ഓ എന്നോ വരുന്നു. വരുന്നത് സമുച്ചയാർത്ഥത്തിലും ഓ വരുന്നത് എന്തിലാണ്? വികല്പാർത്ഥത്തിലുമാണ്. ക്ലിയർ ആയല്ലോ? അടുത്തത് അപ്പൊ നമ്മുടെ മൂന്നാമത്തെ സമാസമാണ് ദ്വന്ദ്വ സമാസം കേട്ടോ. അതായത് നമ്മൾ ആദ്യത്തെ സമാസം എന്തായിരുന്നു? അവ്യയീഭാവനാണ്. രണ്ടാമത്തേത് തൽപുരുഷ സമാസമാണ്. മൂന്നാമത്തെയാണ് ദ്വന്ദ്വ സമാസം. തൽപുരുഷ സമാസത്തിലെ പിന്നെ തിരിച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ വേറെ പറഞ്ഞത് കേട്ടോ. അപ്പൊ ഇത് ദ്വന്ദ്വ സമാസം. ഇനി അടുത്തത് നാലാമത്തെ സമാസമാണ് ബഹുബ്രീഹി എന്ന് പറയുന്ന സമാസം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്തത് നോക്കാം. അടുത്തതാണ് ബഹുവ്രീഹി സമാസം. ബഹുവ്രീഹി സമാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലാമത്തെ സമാസമാണ് ബഹുവ്രീഹി സമാസം. ഘടകപദങ്ങളാക്കുമ്പോൾ പൂർവോത്തര പദങ്ങൾക്ക് പ്രാധാന്യമില്ലാതെ അന്യപദത്തിന് പ്രാധാന്യം വരുന്നതാണ് ബഹുവ്രീഹി സമാസം. പൂർവോത്തര പദങ്ങൾക്ക് പ്രാധാന്യമില്ലാതെ അന്യപദത്തിന് പ്രാധാന്യം. അപ്പൊ മാൻമിഴി എന്ന് പറയുമ്പോ മാനിനെ പോലെ മിഴിയുള്ളവളെ മാൻമിഴി എന്ന് പറഞ്ഞില്ലേ? മാനിനെ പോലെ മിഴിയുള്ളവള്. അപ്പൊ മാനിനെ പോലെ മിഴിയുള്ളവൾ എന്ന് പറയുമ്പോൾ മാനിന്റെ കണ്ണുപോലുള്ള കണ്ണുള്ള സുന്ദരി എന്നാണ് അവിടെ അർത്ഥം വരുന്നത്. താമര കണ്ണെന്ന് പറയുമ്പോൾ താമര ഇതൾ പോലെ കണ്ണുള്ളവൻ. അതാരാണ്? ശ്രീകൃഷ്ണനാണ് അല്ലെ? താമര ഇതൾ പോലെ കണ്ണുള്ളവൻ. അപ്പൊ ഇതെന്ന് പറയുമ്പോൾ അന്യപദത്തിനാണ് പ്രാധാന്യം. താമരയ്ക്കും കണ്ണിനും അല്ല പ്രാധാന്യം, ആ കണ്ണുള്ളവനെയാണ് നമ്മൾ പറഞ്ഞത്. അത് ശ്രീകൃഷ്ണനെയാണ്. ക്ലിയർ ആയോ? അപ്പം ഘടകപദങ്ങളാക്കുമ്പോൾ അന്യപദത്തിനാണ് പ്രാധാന്യം വരുന്നതെങ്കിൽ അതിന് നമുക്ക് എന്തോ പറയാം? ബഹുവ്രീഹി എന്ന് പറയാം. ഇനി ഒന്ന് ശ്രദ്ധിക്കണേ. ബഹുവ്രീഹി എത്ര വിധമുണ്ട്? 3 വിധമുണ്ട്. ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപമാഗർഭ ബഹുവ്രീഹി, ഉപമാലുപ്ത ബഹുവ്രീഹി, അടുത്ത ഒരെണ്ണം കൂടെ ഉണ്ട്. ഏതാണ്? ഉപമാനലുപ്ത ബഹുവ്രീഹി. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ തരം തിരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ബഹുവ്രീഹി 3 വിധം. ഒന്നാമത്തേത് ഉപമാഗർഭ ബഹുവ്രീഹി. വിഗ്രഹിക്കുമ്പോൾ മധ്യമപദം ഉപമാവാചകമായി വരുന്നു. നോക്കിക്കേ, വിഗ്രഹിക്കുമ്പോൾ മധ്യമപദം ഉപമാവാചകമായി വരികയാണെങ്കിൽ, ഉപമാവാചകമായിട്ട് വരികയാണെങ്കിൽ അതിന് നമുക്ക് എന്താ പറയാം? ബഹുവ്രീഹി, പിന്നെ ഉപമാഗർഭ ബഹുവ്രീഹി എന്ന് പറയാം. അപ്പൊ കൊണ്ടൽ നേർവേണി എന്നാണ്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു വിഗ്രഹിക്കുമ്പോൾ മധ്യമപദം. ഇവിടെ മധ്യമപദം ഏതാ? നേർ എന്നുള്ളതല്ലേ? അതെന്തായിട്ട് മാറുന്നു? ഉപമിക്കുന്ന വാചകമായിട്ട് മാറുന്നു എന്നാണ്. നോക്കിക്കേ, അപ്പൊ ഈ കൊണ്ടൽ നേർവേണി എന്ന് പറയുമ്പോൾ കൊണ്ടലിന് നേരായ വേണിയുള്ളവൾ. കണ്ടോ? അതിനെ നമ്മൾ ഉപമിച്ചയല്ലേ? അപ്പം അതായത് വിഗ്രഹിക്കുമ്പോൾ മധ്യമപദം ഉപമാവാചകമായിട്ട് മാറുന്നു. ഇതിന് പറഞ്ഞ പേരാണ് എന്തുവാ? ഉപമാഗർഭ ബഹുവ്രീഹി. കൊണ്ടൽ നേർവേണി, കൊണ്ടലിന് നേരായ വേണിയുള്ളവൾ. ക്ലിയർ അല്ലേ? അടുത്ത നോക്കിയേ, ഉപമാലുപ്ത ബഹുവ്രീഹി. ഉപമാലുപ്ത ബഹുവ്രീഹി എന്ന് വെച്ചാൽ എന്താ? ഉപമാവാചകമായ ശബ്ദം ലോപിച്ചു പോകുന്നത്. ഉപമാലുപ്ത ബഹുവ്രീഹി എന്ന് പറഞ്ഞാൽ ഉപമാവാചകമായ ശബ്ദം വിഗ്രഹിക്കുമ്പോൾ മധ്യമപദം. ഇവിടുത്തെ ഇതെങ്ങനെയായിരുന്നു? ഉപമാഗർഭ ബഹുവ്രീഹി എന്ന് പറഞ്ഞാൽ വിഗ്രഹിച്ചപ്പോൾ ഇവിടുത്തെ മധ്യമപദം ഉപമാവാചകമായിട്ട് മാറി. ഉപമാലുപ്തം എന്ന് പറയുമ്പോൾ ഉപമാവാചകമായ ആ ശബ്ദം ഉണ്ടല്ലോ, ഉപമാവാചകമായ ആ ശബ്ദം എന്ത് ചെയ്യുന്നു? ലോപിച്ചു പോകുന്നു. നോക്കിയേ, താമരാക്ഷി എന്നുള്ളത് നമുക്ക് എങ്ങനെ പറയാം? താമര ഇതൾ പോലുള്ള കണ്ണുള്ളവൾ. താമര ഇതൾ പോലുള്ള കണ്ണുള്ള. ഇവിടെ പോലെ എന്നുള്ളതല്ലായിരുന്നു വന്നത്? ഈ പോലെ എന്നുള്ളത് ഇവിടെ ഉണ്ടോ? ഇല്ലല്ലോ. അതെന്ത് ചെയ്തു? ലോപിച്ചു പോയി. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ ഇതിന് നമുക്ക് എന്താ പറയാം? ഉപമാലുപ്ത ബഹുവ്രീഹി. നിങ്ങൾ ചോദിക്കും, അപ്പം പോലെ എന്ന് പറയുമ്പോൾ നമ്മള്
ഉപമിത സമാസം അല്ലേ പറഞ്ഞെന്ന് പറയും. അപ്പൊ ആ ഉപമിത സമാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ഉള്ളവള അതേ കണക്കെന്ന് പറയുവാണ്. എന്നാൽ താമര ഇതൾ പോലുള്ള കണ്ണുള്ളവൾ, ഇവിടെ പോലുള്ള എന്നുള്ളതാണ് വന്നിരിക്കുന്നത് കേട്ടോ, പോലുള്ള. ഓക്കെ, അപ്പൊ താമര ഇതൾ പോലുള്ള കണ്ണുള്ളവൾ ഇവിടെ എന്ത് ചെയ്തു, ആ പോൽ എന്നുള്ളത് പോലുള്ള എന്നുള്ളത് എന്ത് ചെയ്തു, ഇവിടെ ലോപിച്ചു പോയിരിക്കുകയാണ്. ക്ലിയർ ആയല്ലോ. അടുത്തതാണ് ഉപമാന ലുപ്ത ബഹുവ്രീഹി. ഏത് വസ്തുവിനോടാണോ സാദൃശ്യപ്പെടുത്തുന്നത് അത് ഉപമാനം. നമ്മൾ ഏത് വസ്തുവിനോടാണോ സാദൃശ്യപ്പെടുന്നത് അത് ഉപമാനം. ഈ ഉപമാന പദം ലോപിക്കുന്നതാണ് ഉപമാന ലുപ്ത ബഹുവ്രീഹി. അന്നനടയാൾ, ഉദാഹരണം ശ്രദ്ധിക്കാം. അന്നനടയാൾ, അന്നത്തിന്റെ നട പോലെ നടയുള്ളവൾ. ഓക്കെ, അന്നത്തിന്റെ നട പോലെ നടയുള്ളവൾ. ഏത് വസ്തുവിനോടാണോ നമ്മൾ സാദൃശ്യപ്പെടുന്നത് അത് ഉപമാനം. ഏത് വസ്തുവിനോട് നമ്മൾ സാദൃശ്യപ്പെടുത്തിയത്? നടയുള്ളവൾ അല്ലെ, നട പോലെ, അന്നത്തിന്റെ നട പോലെ നടയുള്ളവൾ എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ നട എന്ന് പറയുന്ന പദത്തോടാണ് നമ്മൾ സാദൃശ്യപ്പെടുത്തിയത്. അതെന്ത് ചെയ്യുകയാണ്, പോവുകയാണ്. കാരണം അന്നത്തിന്റെ നട പോലെ നടയുള്ളവൾ എന്ന് പറയുമ്പം നമ്മുടെ ഇവിടെ പറയുമ്പം നട എന്ന് പറയുന്ന പദം ഒരിക്കലല്ലേ വന്നിട്ടുള്ളൂ, ഒന്നും കൂടെ ആവർത്തിച്ചിട്ടില്ലല്ലോ. അപ്പൊ അന്നനടയാൾ, ഇവിടെ അന്ന എന്നുള്ളതുണ്ട്, നടയുണ്ട്, ഇവിടെ ഒരു നടയുണ്ട്. ഇതിലൊരു നട എന്ത് ചെയ്തു, ലോപിച്ചു പോയി. അപ്പൊ ഇതിന് പറഞ്ഞ പേരാണ് ഉപമാന ലുപ്ത ബഹുവ്രീഹി. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നോക്കിക്കേ, ഏത് വസ്തുവിനോടാണോ സാദൃശ്യപ്പെടുത്തുന്നത് അതാണ് ഉപമാനം. ഈ ഉപമാന പദം ലോപിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഉപമാന പദം ലോപിക്കുന്നതാണ് ഉപമാന ലുപ്ത ബഹുവ്രീഹി എന്ന് പറയുന്നത്. ഈ ഒരു ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നമ്മുടെ കഴിഞ്ഞ LPPയുടെ ഒരു ക്വസ്റ്റ്യനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അടുത്ത എന്താ, നിത്യസമാസമാണ്. നിത്യസമാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഘടകപദങ്ങളാക്കാൻ കഴിയാത്തതിന് പറയുന്ന പേരാണ് നിത്യസമാസം എന്ന്. വഴി, അതായത് വഴി പോലെ, ഇതിന് നമുക്ക് ഘടകപദങ്ങളാക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. അടുത്ത എന്താ, ചെറുതേൻ, ചെറുതേൻ, ഇതിനെ നമുക്ക് ഘടകപദങ്ങളാക്കാൻ പറ്റുന്നില്ല. ഇതിന് പറയുന്ന പേര് നിത്യസമാസം എന്നാണ്. അപ്പൊ നമ്മളിവിടെ സമാസമാണ് പറഞ്ഞത്. രണ്ട് പദങ്ങളെ വിഭക്തി പ്രത്യയങ്ങളില്ലാതെ കൂട്ടിച്ചേർത്തതിന് പറഞ്ഞ പേര് സമാസം. സമസ്ത പദത്തെ വിഭക്തി പ്രത്യയങ്ങളുടെ അടിസ്ഥാനത്തിൽ പിരിച്ചെഴുതിയതിന് പറഞ്ഞ പേര് വിഗ്രഹിക്കുക അല്ലെങ്കിൽ ഘടകപദങ്ങളാക്കുക. വിഗ്രഹിക്കുമ്പോൾ ലഭിക്കുന്ന ആദ്യ പദം പൂർവ്വപദം, അവസാന പദം ഉത്തരപദം. അർത്ഥമുണ്ടാകാൻ വേണ്ടി മധ്യത്തിൽ ചേർത്ത പദം മധ്യമ പദം ആണ് അല്ലെ. പിന്നീട് നമ്മൾ പറഞ്ഞു സമാസം എത്ര വിധം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എത്ര വിധമാണ്? 4 വിധമാണ്. 1 അവ്യയീഭാവൻ, 2 തൽപുരുഷൻ, 3 ദ്വന്ദ്വസമാസം, 4 ബഹുവ്രീഹി. അവ്യയീഭാവൻ എന്ന് പറയുമ്പം ആദ്യ പദത്തിന് പ്രാധാന്യം, തൽപുരുഷ സമാസം അവസാന പദത്തിന് പ്രാധാന്യം. ഈ തൽപുരുഷ സമാസത്തിൽ ചേർക്കുന്ന പ്രത്യയങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിനെ 7 ആയിട്ട് തിരിച്ചു. അതേതൊക്കെയാണ്? നിർദ്ദേശിക തൽപുരുഷൻ, അവിടെ എന്നാ വരുന്നത്, പ്രതിഗ്രാഹിക എ, സംയോജിക ഓട്, ഉദ്ദേശിക്ക ഇക്ക് ഇന്, പ്രയോജിക ആല് കൊണ്ട്, സംബന്ധിക ഇന്ത്യയുടെ, ആധാരിക ഇല്ല. പിന്നീട് നമ്മൾ പറഞ്ഞു വിഭക്തി പ്രത്യയങ്ങൾ ഇല്ലാതെ എഴുതാൻ പറ്റുമെന്ന്. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് ഏതൊക്കെയാ? കർമ്മധാരൻ, ആയ വരണം. ഘടകപദങ്ങളാക്കുമ്പോൾ ആയ. രൂപക തൽപുരുഷൻ, രൂപക തൽപുരുഷനാകുമ്പം ആകുന്ന വരുന്നു. ഉപമിത സമാസമാകുമ്പോൾ പോലെ എന്ന് വരുന്നു. സംഖ്യ വരുമ്പം ദിഗുസമാസം, സംഖ്യയും ബഹുവചനം ആണെങ്കിൽ ഇതേ തരം ദിഗുസമാസം. മധ്യത്തെ പദം ലോപിച്ചു പോവുകയാണെങ്കിൽ മധ്യമ പദം ലോപി. പിന്നെ നമ്മൾ ദ്വന്ദ്വസമാസം പറഞ്ഞത് ഘടകപദങ്ങളാക്കുമ്പോൾ 2 പദങ്ങൾക്കും തുല്യ പ്രാധാന്യം. ഇടയ്ക്ക് എന്നോ ഓ എന്നോ വരും. വന്നതിന് സമുച്ചയാർത്ഥവും ഓ വന്നാൽ വികല്പാർത്ഥവും ആണ്. പിന്നീട് നമ്മൾ പറഞ്ഞ ഏതാണ്? ബഹുവ്രീഹി സമാസമാണ്. ഘടകപദങ്ങളാക്കുമ്പോൾ പൂർവോത്തര പദങ്ങൾക്കല്ല പ്രാധാന്യം, അന്യപദത്തിന്. ഇതിനെ തന്നെ നമ്മൾ എത്രയായിട്ട് തിരിച്ചു? 3 ആയിട്ട് തിരിച്ചു. ഉപമാഗർഭ ബഹുവ്രീഹി എന്ന് വെച്ചാൽ വിഗ്രഹിക്കുമ്പോൾ മധ്യമ പദം ഉപമാവാചകമായിട്ട് മാറുന്നു. ഉപമാലുപ്ത ബഹുവ്രീഹി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപമാവാചകമായ ശബ്ദം ലോപിച്ചു പോകുന്നതാണ്. ഇനി അടുത്ത എന്താണ്? ഉപമാന ലുപ്ത ബഹുവ്രീഹി എന്ന് പറഞ്ഞാൽ ഏത് വസ്തുവിനോടാണോ നമ്മൾ സാദൃശ്യപ്പെടുത്തുന്നത് അതെന്ത് ചെയ്യുന്നു? ഉപമാനം. ഈ ഉപമാന പദം ലോപിക്കുന്നതാണ്.
ഇനി നിത്യസമാസം എന്ന് വെച്ചാൽ എന്താ? ഘടകപദങ്ങൾ ആക്കാൻ കഴിയാത്തതിന് പറയുന്ന പേരാണ് നിത്യസമാസം. അങ്ങനെ ഇവിടെ സമാസം എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് വ്യത്യസ്തമായ സമാസമുള്ള പദമാണ് ചോദിച്ചത്. മരപ്പൊടി എന്നുള്ളതാണ് മരത്തിന്റെ പൊടി. സുമുഖി എന്നുള്ളത് സുന്ദരമായ മുഖത്തോടു കൂടിയവൾ, അത് സുന്ദരിയാണ്, അത് ബഹുവ്രീഹി സമാസമാണ്. നാൻമുഖൻ എന്ന് പറഞ്ഞാൽ 4 മുഖത്തോട് കൂടിയവനാണ്, അത് ബ്രഹ്മാവാണ്, അതും എന്താണ്? ബഹുവ്രീഹിയാണ്. പിന്നീട് വന്നത് പീതാംബരൻ, പീതമായ അമ്പരത്തോട് കൂടിയവൻ, അതിനകത്ത് വരും, അതും എന്താണ്? ശ്രീകൃഷ്ണനെയാണ് പറഞ്ഞത്, അപ്പം അതും ഏതാണ്? ബഹുവ്രീഹി സമാസമാണ്. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മകന്റെ ഭാര്യ എന്നർത്ഥം വരുന്ന പദം ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ജാമാതാവ്, പ്രപൗത്രി, സ്നുഷ, ദൗഹിത്രി. അപ്പൊ മകന്റെ ഭാര്യ എന്നുള്ളത് ആരാ? മകന്റെ ഭാര്യ ആകുമ്പോ ആരാകും? മരുമകളാകും അല്ലെ? അപ്പൊ മരുമകൾക്ക് പറയുന്ന പേരെന്താണ്? സ്നുഷ എന്നാണ്. സ്നുഷ. നമുക്ക് നോക്കാം, പലപ്പോഴും നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള ഭാഗങ്ങൾ തന്നെയാണ്. അപ്പം നോക്കാം ഒറ്റപ്പദങ്ങൾ. അച്ഛന് പറയുന്ന പേര് പിതാമഹൻ എന്നാണ്. അച്ഛന്റെ അച്ഛൻ എന്താണ്? പിതാമഹൻ. അച്ഛന്റെ അമ്മയാണെങ്കിലോ പിതാമഹി എന്നാണ്. അച്ഛന്റെ അമ്മ പിതാമഹി, അമ്മയുടെ അച്ഛൻ മാതാമഹൻ, അമ്മയുടെ അമ്മ മാതാമഹി. അപ്പൊ ബന്ധങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി വരുന്ന ഒറ്റപ്പദങ്ങൾ ഇപ്പൊ സ്ഥിരം നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നതാണ്. അപ്പൊ അച്ഛന്റെ അച്ഛൻ ആരാണ്? പിതാമഹൻ. അച്ഛന്റെ അമ്മ ആരാ? പിതാമഹിയാണ്. അമ്മയുടെ അച്ഛനാണ് മാതാമഹൻ, അമ്മയുടെ അമ്മയാണ് മാതാമഹി. ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിന്റെ അച്ഛനാണ് ശ്വശൂരൻ. അപ്പൊ ശ്വശൂരൻ എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിന്റെ അച്ഛനാണ്. ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിന്റെ അമ്മ ആരാണ്? ശ്വശുറു ആണ്. ആരാണ്? ശ്വശുറു. ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിന്റെ അമ്മയാണ് ശ്വശുറു. ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിന്റെ അച്ഛനാണ് ആരാ? ശ്വശൂരൻ അല്ലെ? അമ്മായി അച്ഛന് നമുക്ക് ശ്വശൂരൻ എന്നും അമ്മായി അമ്മയെ നമുക്ക് ശ്വശുറു എന്നും ഒക്കെ പറയാം. മകളുടെ ഭർത്താവ്, മരുമകന് പറയുന്ന പേരെന്താ? ജാമാതാവ് എന്നാണ്. മരുമകൻ ജാമാതാവ്. മകന്റെ ഭാര്യ, മരുമകൾക്ക് പറയുന്ന പേര് സ്നുഷ എന്നാണ്. സ്നുഷ. സഹോദരിയുടെ ഭർത്താവ് നമ്മൾ പറയും സ്യാലൻ എന്നാണ് പറയുന്നത്. എന്താണ്? സ്യാലൻ എന്ന് പറയുക. അപ്പൊ സഹോദരിയുടെ ഭർത്താവാണ് സ്യാലൻ. സഹോദരന്റെ ഭാര്യ ആരാ? നനന്ദയാണ് അല്ലെ? നാത്തൂന് പറയുന്ന പേര് നനന്ദ എന്നാണ്. പുത്രന്റെ പുത്രനാണ് പൗത്രൻ, പുത്രന്റെ പുത്രിയാണ് പൗത്രി. അപ്പൊ പുത്രന്റെ പുത്രൻ ആരാണ്? പൗത്രനാണ്. പുത്രന്റെ പുത്രി ആരാ? പൗത്രി. പുത്രിയുടെ പുത്രനാണെങ്കിൽ ദൗഹിത്രനും, പുത്രിയുടെ പുത്രിയാണെങ്കിൽ ദൗഹിത്രി എന്നും പറയും. അപ്പൊ പുത്രിയുടെ പുത്രൻ ദൗഹിത്രൻ, പുത്രിയുടെ പുത്രി ആരാ? ദൗഹിത്രി. അച്ഛന്റെ അച്ഛൻ ആരായിരുന്നു? പിതാമഹൻ. അച്ഛന്റെ അമ്മയോ? പിതാമഹി. അമ്മയുടെ അച്ഛൻ മാതാമഹൻ, അമ്മയുടെ അമ്മ മാതാമഹി. ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിന്റെ അച്ഛനാണ് ശ്വശൂരൻ, ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിന്റെ അമ്മയാണ് ശ്വശുറു. മകളുടെ ഭർത്താവ് ജാമാതാവ്, മകന്റെ ഭാര്യ ആരാണ്? സ്നുഷ. സഹോദരിയുടെ ഭർത്താവ് സ്യാലൻ, സഹോദരന്റെ ഭാര്യ നനന്ദ. പുത്രന്റെ പുത്രൻ പൗത്രൻ, പുത്രന്റെ പുത്രി പൗത്രി. പുത്രിയുടെ പുത്രൻ ദൗഹിത്രൻ, പുത്രിയുടെ പുത്രി ദൗഹിത്രി. സഹോദരിയുടെ പുത്രൻ ഫാഗിനേയൻ, സഹോദരിയുടെ പുത്രി ആരാ? ഫാഗിനേയി. സഹോദരിയുടെ പുത്രൻ ഫാഗിനേയൻ, സഹോദരിയുടെ പുത്രി ഫാഗിനേയി. ഇത് നോക്കിയേ, പൗത്രന്റെ പുത്രൻ ആരാ? പ്രപൗത്രനാണ്. പൗത്രന്റെ പുത്രിയാണ് പ്രപൗത്രി. അപ്പൊ പൗത്രന്റെ പുത്രൻ പ്രപൗത്രനും പൗത്രന്റെ പുത്രി പ്രപൗത്രൻ. പൗത്രൻ ആരായിരുന്നു? പുത്രന്റെ പുത്രൻ. അപ്പൊ പുത്രന്റെ പുത്രൻ പ്രപൗത്രൻ അല്ലേ? പൗത്രന്റെ പുത്രനാണ് പ്രപൗത്രൻ, പൗത്രന്റെ പുത്രിയാണ് പ്രപൗത്രി. അതായത് പുത്രൻ, അതിന്റെ പുത്രന്റെ പുത്രനാണ് ആരാ? പൗത്രൻ. പൗത്രന്റെ പുത്രനാണ് ആരെന്ന് പറയുന്നത്? പ്രപൗത്രനും പൗത്രന്റെ പുത്രിയാണ് ആരെന്ന് പറയുന്നത്? പ്രപൗത്രി. മനസ്സിലായി? പുത്രന്റെ പുത്രൻ. ഓക്കെ. ഇനി അടുത്ത ശ്രദ്ധിക്കുക, മാതൃസഹോദരൻ. അമ്മയുടെ സഹോദരൻ എന്തോ പറയും? മാതുലൻ എന്ന് പറയും. പിതൃസഹോദരനാണെങ്കിൽ താതകു എന്ന് പറയും. പിതൃസഹോദരൻ താതകു, മാതൃസഹോദരൻ മാതുലൻ. പിതാവിന്റെ അനുജൻ, അച്ഛന്റെ അനുജൻ നമുക്ക് എന്താ പറയാം? പിതൃവ്യൻ എന്ന് പറയാം. അപ്പൊ ഇതോ പിതൃസഹോദരനോ? അത് അച്ഛന്റെ സഹോദരൻ തന്നെയാണ്. അത് സഹോദരൻ എന്ന് പറയുമ്പോൾ ചേട്ടനാകാം അനിയനാകാം. എന്നാൽ പിതാവിന്റെ അനുജൻ എന്ന് പറയുമ്പോൾ അനുജൻ മാത്രമേ ഉൾപ്പെടുന്നുള്ളൂ. അപ്പൊ പിതൃവ്യൻ എന്ന് പറയും.
പിതൃവിൻ. പിതാവിന്റെ ഇവിടെ വേണ്ടത് മുത്തച്ഛന്റെ പിതാവ് എന്നാണ് കേട്ടോ. മുത്തച്ഛന്റെ പിതാവ്. മുത്തച്ഛന്റെ പിതാവ് ആരാണ്? പ്രപിതാമഹനാണ്. ആരാണ്? പ്രപിതാമഹൻ. മുത്തച്ഛന്റെ പിതാവ് ആരാണ്? പ്രപിതാമഹനാണ്. മുത്തച്ഛന്റെ പിതാവിനെ പറഞ്ഞാണ് പ്രപിതാമഹൻ. നോക്കിരിക്കുക. അപ്പൊ സഹോദരിയുടെ പുത്രൻ ഫാഗിനേയൻ, സഹോദരിയുടെ പുത്രി ഫാഗിനേയി, പൗത്രന്റെ പുത്രൻ പ്രപൗത്രൻ, പൗത്രന്റെ പുത്രി പ്രപൗത്രി, മാതൃ സഹോദരൻ മാതുലൻ, പിതൃ സഹോദരൻ താതകു, പിതാവിന്റെ അനുജൻ പിതൃവിൻ, മുത്തച്ഛന്റെ പിതാവ് പ്രപിതാമഹൻ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ശരിയായ വിപരീത പദങ്ങൾ ഏവയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ വിപരീത പദങ്ങൾ: അബദ്ധം സുബദ്ധം, ദക്ഷിണം പ്രദക്ഷിണം, ബാഹ്യം അന്തരം, ഖണ്ഡനം മണ്ഡനം. അപ്പം ഇതിന്റെ ഓപ്ഷൻ വരുന്നത് 1 2 ശരിയാണെന്നോ, 1 4, 1 മാത്രം, 1 3. അപ്പം നോക്കിയാൽ ശരിയായ വിപരീതങ്ങൾ: അബദ്ധം സുബദ്ധം, അത് ശരി തന്നെയാണ്. ദക്ഷിണം പ്രദക്ഷിണം തെറ്റാണ്. ബാഹ്യം അന്തരവും തെറ്റാണ്. ഖണ്ഡനം മണ്ഡനം അത് ശരിയാണ്. അപ്പൊ 1 4 ശരി എന്നുള്ളതാണ് നമ്മുടെ ഓപ്ഷൻ അല്ലേ. അപ്പം 1 4 ശരി. നമുക്ക് കുറച്ച് വിപരീത പദങ്ങൾ നോക്കാം. അണിയം, അണിയത്തിൻ്റെത് അമരം, ആസ്തികൻ നാസ്തികൻ, അഗ്രജൻ അവരജൻ, ആഗമനം നിർഗമനം, ആയം വ്യയം, ഉത്തമം അധമം, ഉത്തരം ദക്ഷിണം. അപ്പൊ അണിയം അമരം, ആസ്തികൻ നാസ്തികൻ, അഗ്രജൻ അവരജൻ, ആഗമനം നിർഗമനം, ആയം വ്യയം, ഉത്തമം അധമം, ഉത്തരം ദക്ഷിണം. ഉന്മീലനം നിമീലനം, ഉപചയം അപചയം, ആർജവം കൗടില്യം, ഐഹികം പാരത്രികം, ഓജം യുഗ്മം, കനിഷ്ഠൻ ജ്യേഷ്ഠൻ, കുലീന കുലട, ത്യാഗി ഭോഗി. അപ്പോൾ ഉന്മീലനം നിമീലനം, ഉപചയം അപചയം, ആർജവം കൗടില്യം, ഐഹികം പാരത്രികം, ഓജം യുഗ്മം, കനിഷ്ഠൻ ജ്യേഷ്ഠൻ, കുലീന കുലട, ത്യാഗി ഭോഗി. ചഞ്ചലം അചഞ്ചലം അല്ലെങ്കിൽ നിശ്ചലം എന്നും ഉപയോഗിക്കാം. ധീരൻ ഭീരു, നവീനം പുരാതനം, പുഞ്ച നഞ്ച, ലഘിമ ഗരിമ, ക്ഷയം വൃദ്ധി അല്ലെങ്കിൽ അക്ഷയം, ശാലീനം ദീപ്രം, ശ്വാശ്വതം നശ്വരം, ഋജു വക്രം. അപ്പം ചഞ്ചലം അചഞ്ചലം അല്ലെങ്കിൽ നിശ്ചലം, ധീരൻ ഭീരു, നവീനം പുരാതനം, പുഞ്ച നഞ്ച, ലഘിമ ഗരിമ, ക്ഷയം വൃദ്ധി അല്ലെങ്കിൽ അക്ഷയം, ശാലീനം ദീപ്രം, ശാശ്വതം നശ്വരം, ഋജു വക്രം. സങ്കോചം വികാസം, സഫലം വിഫലം, ശ്ലാഘ്യം ഗർഹ്യം, സുഹൃതം ദുഷ്കൃതം, ദൃഢം ശിഥിലം, ശീതളം ഊഷ്മളം, ശാശ്വതം നശ്വരം, ശാന്തം ഉഗ്രം അല്ലെങ്കിൽ രൗദ്രം, ശാലീനം ദീപ്രം. അപ്പൊ സങ്കോചം വികാസം, സഫലം വിഫലം, ശ്ലാഘ്യം ഗർഹ്യം, സുഹൃതം ദുഷ്കൃതം, ദൃഢം ശിഥിലം, ശീതളം ഊഷ്മളം, ശാശ്വതം നശ്വരം, ശാന്തം ഉഗ്രം അല്ലെങ്കിൽ രൗദ്രം. ശാലീനം എന്തായിരുന്നു? ദീപ്രം. ഓക്കെ. അടുത്തത് അടിവരയിട്ടത്തിൽ സന്ദർഭത്തിന് അനുയോജ്യമായ പദം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശിരസിന്റെ അർത്ഥം തല, നിന്റെ ഈ വരവിന്റെ ഉദ്ദേശം എന്ത്, എല്ലാത്തിനും ഒരേ വ്യവസ്ഥ വേണ്ട, നേതാവിനെ ഐക്യകണ്ഠന തെരഞ്ഞെടുത്തു. അപ്പൊ ഇതിൽ പദശുദ്ധിയായിട്ട് വന്നിരിക്കുന്ന പദമാണ്. അപ്പൊ ശിരസിന്റെ അർത്ഥം തല, ഇത് ഈ അർത്ഥമല്ല. ഈ അർത്ഥത്തിന്റെ അർത്ഥം എന്താ? പകുതി എന്നാണ് അല്ലെ. ശിരസിന്റെ അർത്ഥം എന്ന് പറയുമ്പോൾ ഇതാണ് വരുന്നത്. ഇപ്പൊ അർത്ഥം എഴുതുന്നത് ഇങ്ങനെയാണ്. പുതിയ ലിപി അനുസരിച്ച് അർത്ഥം ഈ രീതിയിലാണ് എഴുതേണ്ടത് കേട്ടോ. പണ്ട് നമ്മൾ അർത്ഥം എന്ന് ഇങ്ങനെ എഴുതും, ഇപ്പം നമ്മൾ അർത്ഥം എന്ന് ഇങ്ങനെ എഴുതുന്നത്. നിന്റെ ഈ വരവിന്റെ ഉദ്ദേശം എന്തെന്നല്ല, ഉദ്ദേശ്യം ലക്ഷ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഉദ്ദേശ്യം. എല്ലാത്തിനും ഒരു വ്യവസ്ഥ വേണ്ട, അതാണ് ശരി. നേതാവിനെ ഐക്യകണ്ഠന തിരഞ്ഞെടുക്കുന്നതല്ല, ഐകകണ്ഠ്യേന ഇങ്ങനെയാണ് എഴുതേണ്ടത്.
ഓക്കെ, നമുക്ക് കുറച്ച് വാക്കുകൾ നോക്കാം. ശരിയായിട്ട് എഴുതുന്നവയാണ്, ഇതെല്ലാം ശരിയായിട്ടുള്ള കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്, ശ്രദ്ധിക്കുക. അനന്തരവൻ, അനന്തരവൻ എന്ന് എഴുതണം. അടിമത്തം ഇത്തായാണ് വരേണ്ടത്. ആണത്തം ഇത്ത, കണ്ടോ. ആഴ്ചപ്പതിപ്പ്, ആഴ്ചപ്പതിപ്പിന് ഇപ്പായാണ് വരേണ്ടത്. കണ്ടു പിടിക്കുക എന്നാണ്, അപ്പൊ പിടുത്തമാണ്. കീഴ്ക്കോടതി ഇക്ക വരിക. കുടിശ്ശിക, കൃത്രിമം. ചുമതല ബോധമാണ്, ചിലർ പറയും ചുമതലാബോധം. ചുമതലാബോധം തെറ്റാണ്, എന്താണ് ശരി? ചുമതല ബോധം എന്നാണ് അല്ലെ. ദിനപത്രം, പ ഇരട്ടിക്കണ്ട, ദിനപത്രം. ദിഫാര്യത്വം എന്നാണ്, ദിഫാര്യാത്വം തെറ്റാണ്, ദിഫാര്യത്വം എന്നാണ് ശരി. പ്രാരബ്ധം, പ്രാരബ്ധം. ഇതായല്ല, പ്രാരബ്ധം, ഇങ്ങനെയാണ് വരേണ്ടത്. പ്രാരബ്ധം. ഓക്കെ, പ്രസംഗകനാണ് ശരി, പ്രസംഗകൻ, പ്രസംഗകൻ. അടുത്ത എന്താ? പ്രദക്ഷിണം, പ്രസംഗകൻ പ്രദക്ഷിണം. പതിവ്രത, അനുഗൃഹീതൻ, യാദൃച്ഛികം, വിദ്യുച്ഛക്തി. കണ്ടോ, ദിനപത്രം, ദിഫാര്യത്വം, പ്രാരബ്ധം, ദായാണ് വരേണ്ടത്. പ്രസംഗകൻ, പ്രദക്ഷിണം, പതിവ്രത, അനുഗൃഹീതൻ, യാദൃച്ഛികം, വിദ്യുച്ഛക്തി. കണ്ടു എഴുതിയേക്കുന്നത് യാദൃച്ഛികം, വിദ്യുച്ഛക്തി ഒക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. അശൗഹിണി, അശൗഹിണി, കണ്ട അശൗഹിണി. ശരത്ചന്ദ്രൻ, ഭഗവത്ഗീത, പാദസരം, അതിഥി, കവയിത്രി. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കവി എന്നുള്ളതിന്റെ എതിർലിംഗമായിട്ട്, കവയിത്രി. ഐകകണ്ഠ്യേന, ഐകമത്യം, ഐതിഹ്യം. ദൈവികം, വൈദികം, ലൗകികം, പ്രവൃത്തി, ജഡായു, മടയൻ, പീഡനം, ആഹ്യത. അപ്പം ദൈവികം, വൈദികം, ലൗകികം. കണ്ടല്ലോ. അടുത്തെന്താ? പ്രവൃത്തി, ജഡായു, മടയൻ. ജഡായു, മടയൻ, എസ് ഡായാണ്. പീഡനം, ആഢ്യത. പീഡനം, ആഢ്യത. ചൂടാമണി എന്ന് എഴുതുന്നത് എങ്ങനെയാ? ഇങ്ങനെയാണ് ചൂടാമണി. ഒക്കെ നമ്മുടെ പ്രീവിയസ് ആണ് ഇതൊക്കെ. അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ജ്ഞാനപീഠ അവാർഡ് നേടിയ മലയാളികളും വർഷങ്ങളും കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുത്തെഴുതുക. എസ് കെ പൊറ്റക്കാട് 1982, തകഴി 1984, ONV 2009, MD 1998. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ശരിയായിട്ടുള്ള വർഷമാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇവിടെ ശരിയായിട്ടുള്ള വർഷമല്ല തന്നിരിക്കുന്നത്. അപ്പൊ തകഴിയുടെ മാത്രമേ ഉള്ളൂ. തകഴിക്ക് ലഭിച്ചത് 1984. ഇതാണ് ശരിയായിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് നോക്കാം? ജ്ഞാനപീഠം എന്നുള്ളത് ഒന്ന് നോക്കാം. അപ്പൊ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളികളെ കുറിച്ച് പറയുകയാണ്. മലയാളികളെ കുറിച്ച് നമുക്ക് കുറേയേറെ പോയിന്റുകൾ പറയാനുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. ഇന്ത്യൻ സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരങ്ങളിൽ ഒന്നാണ് ജ്ഞാനപീഠം. ജ്ഞാനപീഠം ട്രസ്റ്റിന്റെ സ്ഥാപകൻ ആരാണ്? ശാന്തി പ്രസാദ് ജെയിനാണ്. സമ്മാനത്തുക 11 ലക്ഷം രൂപയാണ്. ഭരണഘടന അംഗീകരിച്ച 22 ഭാഷകളിലെ കൃതികൾക്ക് നൽകുന്ന പുരസ്കാരം. ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം 1961. ഇത് നൽകി തുടങ്ങിയത് 1965. ആദ്യ ജ്ഞാനപീഠ ജേതാവ് ജി ശങ്കരക്കുറുപ്പ്. അതിന്റെ കൃതി ഏതാണ്? ഓടക്കുഴൽ. അപ്പൊ നോക്കിക്കേ, ജ്ഞാനപീഠ പുരസ്കാരം ഇന്ത്യയിലെ സാഹിത്യ മേഖല നൽകുന്ന പരമോന്നതമായ പുരസ്കാരങ്ങളിൽ ഒന്നാണ്. അതിന് ജ്ഞാനപീഠം ട്രസ്റ്റിന്റെ സ്ഥാപകൻ ശാന്തി പ്രസാദ് ജെയിനാണ്. സമ്മാനത്തുക എത്രയാണ്? 11 ലക്ഷം രൂപയാണ്. ഭരണഘടന അംഗീകരിച്ച 22 ഭാഷകളിലെ കൃതികൾക്ക് നൽകുന്ന പുരസ്കാരമാണ് ജ്ഞാനപീഠം. ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം 1961. നൽകി തുടങ്ങിയത് 1965. ആദ്യമായിട്ട് ലഭിച്ചത് ആർക്കാണ്? ജി ശങ്കരക്കുറുപ്പിനാണ്. അദ്ദേഹത്തിന്റെ കൃതിയുടെ പേരെന്താണ്? ഓടക്കുഴൽ എന്നുള്ളതാണ്. ഇപ്പൊ ജി ശങ്കരക്കുറുപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മലയാളത്തിലെ ദാർശനികനായ കവി, ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ദാർശനികനായ കവിയൊക്കെ എന്താണെന്ന്. അപ്പൊ മലയാളത്തിലെ ദാർശനികനായ കവി, പ്രകൃതി ഉപാസകനായ കവി, മൃത്യുബോധത്തിന്റെ കവി, സൂര്യകാന്തിയുടെ കവി എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ്. അപ്പൊ ജി ശങ്കരക്കുറുപ്പ് അറിയപ്പെടുന്നത് മലയാളത്തിലെ ദാർശനികനായ കവി, പ്രകൃതി ഉപാസകനായ കവി, മൃത്യുബോധത്തിന്റെ കവി, സൂര്യകാന്തിയുടെ കവി എന്നൊക്കെ അറിയപ്പെടുന്നു. ഓടക്കുഴൽ എന്ന കൃതിയുടെ ഹിന്ദി തർജ്ജമയുടെ പേര് ബാൻസൂരി എന്നാണ്. ഓടക്കുഴൽ എന്ന കൃതിയുടെ ഹിന്ദി തർജ്ജമ എന്താണ്? ബാൻസൂരി. ഇതിന്റെ ആത്മകഥയാണ് ഓർമ്മയുടെ ഓളങ്ങളിൽ. ജി ശങ്കരക്കുറുപ്പിന്റെ ആത്മകഥയുടെ പേരെന്താ? ഓർമ്മയുടെ ഓളങ്ങളിൽ എന്നാണ്.
1961 കേരള സാഹിത്യ അക്കാദമി അവാർഡും 1963 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ജി ശങ്കരക്കുറുപ്പിന് ലഭിച്ചത് ഒരു കൃതിക്കാണ്. കൃതിയുടെ പേര് വിശ്വദർശനം എന്നാണ്. അപ്പൊ 61 കേരള സാഹിത്യ അക്കാദമി അവാർഡും 63 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ച കൃതിയാണ് വിശ്വദർശനം. 1967 സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ് ലഭിച്ചു. അപ്പൊ സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ് ലഭിച്ച വർഷം 1967. ഇതിലെ പ്രധാനപ്പെട്ട കൃതികളാണ് വിശ്വദർശനം, സാഹിത്യ കൗതുകം, ഓടക്കുഴൽ, പാഥേയം, പതികന്റെ പാട്ട്, മൂന്നരുവിയും ഒരു പുഴയും, മധുരം സൗമ്യം ദീപ്തം, സൂര്യകാന്തി, അന്തർദാഹം തുടങ്ങിയൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ സൂര്യകാന്തി എഴുതിയതുകൊണ്ടാണ് സൂര്യകാന്തിയുടെ കവി എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആണോ? അപ്പൊ നോക്കിയേ, 61-ലും 63-ലും അദ്ദേഹത്തിന് കേരള സാഹിത്യവും കേന്ദ്ര സാഹിത്യവും ഒക്കെ കിട്ടി. അത് ലഭിച്ചത് ഒരു കൃതിക്കാണ്. കൃതിയുടെ പേരാണ് വിശ്വദർശനം. 67 അദ്ദേഹത്തിന് സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ് ലഭിച്ചു. അതിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഓർത്തിരിക്കുക: വിശ്വദർശനം, സാഹിത്യ കൗതുകം, ഓടക്കുഴൽ, പാഥേയം, പതികന്റെ പാട്ട്, മൂന്നരുവിയും ഒരു പുഴയും, മധുരം സൗമ്യം ദീപ്തം, സൂര്യകാന്തി, അന്തർദാഹം. ക്ലിയർ ആയല്ലോ? അടുത്ത് ജി ശങ്കരക്കുറുപ്പ് രചിച്ച നാടകങ്ങളാണ് സന്ധ്യയും ഇരുട്ടിനു മുൻപും. സന്ധ്യ, ഇരുട്ടിനു മുമ്പ് അദ്ദേഹത്തിന്റെ നാടകങ്ങളുടെ പേരാണ്. ജി ശങ്കരക്കുറുപ്പ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത കൃതികളാണ് കാളിദാസന്റെ മേഘദൂത്, മേഘഛായ എന്ന പേരിൽ, കാളിദാസന്റെ മേഘദൂത്, മേഘഛായ എന്ന പേരിൽ, ടാഗോറിന്റെ ഗീതാഞ്ജലി, ഗീതാഞ്ജലി എന്ന പേരിലും, ഒമർ ഖയ്യാമിന്റെ റുബായി യാത്ത്, വിലാസലഹരി എന്ന പേരിലും അദ്ദേഹം എന്ത് ചെയ്തു? തർജ്ജമ ചെയ്തിട്ടുണ്ട്. അപ്പൊ ജി ശങ്കരക്കുറുപ്പ് മലയാളത്തിൽ വിവർത്തനം ചെയ്ത കൃതികൾ ഏതൊക്കെയാ? കാളിദാസന്റെ മേഘദൂത്, ടാഗോറിന്റെ ഗീതാഞ്ജലി, ഒമർ ഖയ്യാമിന്റെ റുബായി യാത്ത്. അപ്പം ജി ശങ്കരക്കുറുപ്പിനെ കുറിച്ച് അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അടുത്ത ജ്ഞാനപീഠം രചിച്ച രണ്ടാമത്തെ വ്യക്തി ആരാ? എസ്.കെ. പൊറ്റക്കാടാണ്. അദ്ദേഹത്തിന്റെ കൃതിയുടെ പേര് ഒരു ദേശത്തിന്റെ കഥ എന്നാണ്. 1980-ലാണ് ദേശത്തിന്റെ കഥ എഴുതുന്നത്. കോഴിക്കോടിന്റെ കഥാകാരൻ, നിത്യസഞ്ചാരിയായ സാഹിത്യകാരൻ എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് ആരാ? എസ്.കെ. പൊറ്റക്കാട്. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് എൻ്റെ വഴിയമ്പലങ്ങൾ. അപ്പൊ എൻ്റെ വഴിയമ്പലങ്ങൾ ആരുടെയാണ്? എസ്.കെ. പൊറ്റക്കാടിന്റെയാണ്. എസ്.കെ. പൊറ്റക്കാടിന്റെ അപ്രകാശിത നോവലാണ് നോർത്ത് അവന്യൂ. അപ്പൊ നോർത്ത് അവന്യൂവിന്റെ പ്രത്യേകത എന്താ? എസ്.കെ. പൊറ്റക്കാടിന്റെ അപ്രകാശിത നോവൽ, പ്രകാശനം ചെയ്യാത്ത നോവൽ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ലോകസഭാ അംഗം എന്ന നിലയിൽ തന്റെ അനുഭവങ്ങളെ പശ്ചാത്തലമാക്കി എസ്.കെ. പൊറ്റക്കാട് രചിച്ച നോവലാണ് നോർത്ത് അവന്യൂ. എസ്.കെ. പൊറ്റക്കാടിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി. എസ്.കെ. പൊറ്റക്കാടിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയാണ് ഒരു തെരുവിന്റെ കഥ. തെരുവെന്ന് പറയുമ്പോൾ 3 അക്ഷരമാണെന്ന് ഓർത്ത്, കേരള സാഹിത്യമാണെന്ന് ഓർക്കുക. 1961. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി ഒരു ദേശത്തിന്റെ കഥ. ദേശം എന്ന് പറയുമ്പോൾ 2 അക്ഷരമാണ്. അപ്പൊ കേന്ദ്രം കിട്ടി. അങ്ങനെയൊക്കെ ഓർത്തിരിക്കണം കേട്ടോ. അപ്പൊ കേരള സാഹിത്യ അക്കാദമി ഒരു തെരുവിന്റെ കഥയും കേന്ദ്ര സാഹിത്യമാകും ഒരു ദേശത്തിന്റെ കഥയ്ക്കുമാണ്. 1972. ഒരു ദേശത്തിന്റെ കഥ എന്നതിന്റെ ഇംഗ്ലീഷ് വിവർത്തനമാണ് ടെയിൽസ് ഓഫ് അതിരാണിപ്പാടം. ഒരു ദേശത്തിന്റെ കഥ എന്നതിന്റെ ഇംഗ്ലീഷ് വിവർത്തനം എന്താണ്? ടെയിൽസ് ഓഫ് അതിരാണിപ്പാടം. ലോകസഭാ അംഗം എന്ന നിലയിൽ തന്റെ അനുഭവങ്ങളെ പശ്ചാത്തലമാക്കി എസ്.കെ. പൊറ്റക്കാട് രചിച്ച നോവലാണ് നോർത്ത് അവന്യൂ. എസ്.കെ. പൊറ്റക്കാടിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയാണ് ഒരു തെരുവിന്റെ കഥ. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയാണ് ഒരു ദേശത്തിന്റെ കഥ. ഒരു ദേശത്തിന്റെ കഥ എന്നതിന്റെ ഇംഗ്ലീഷ് വിവർത്തനമാണ് ടെയിൽസ് ഓഫ് അതിരാണിപ്പാടം. ക്ലിയർ അല്ലേ? അടുത്ത ശ്രദ്ധിക്കുക. കോഴിക്കോട് സർവകലാശാല ഡി.ലിറ്റ് ബിരുദം നൽകി ആദരിച്ച വർഷം 1982. അപ്പൊ കോഴിക്കോട് സർവകലാശാല അദ്ദേഹത്തിന് ഡി.ലിറ്റ് ബിരുദം നൽകി ആദരിച്ചത് ഏത് വർഷമാണ്? 1982-ലാണ്. എസ്.കെ. പൊറ്റക്കാടിനുള്ള സ്മരണാർത്ഥം ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2003. എസ്.കെ. പൊറ്റക്കാടിനുള്ള സ്മരണാർത്ഥം ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2003-ലാണ്. ഗാന്ധിജിയുടെ മുന്നിൽ നിന്ന് ഗാന്ധിജിയെ പറ്റി കവിത എഴുതിയ മലയാള സാഹിത്യകാരനാണ് ആരാ? എസ്.കെ. പൊറ്റക്കാട്. ഗാന്ധിജിയുടെ മുന്നിൽ നിന്നും ഗാന്ധിജിയെ പറ്റി കവിത എഴുതിയ മലയാള സാഹിത്യകാരൻ, കവിയല്ല സാഹിത്യകാരനാണ് ആരാ? എസ്.കെ. പൊറ്റക്കാട്. ഓക്കെ അല്ലേ? അപ്പൊ എസ്.കെ. പൊറ്റക്കാടിന് ജ്ഞാനപീഠം ലഭിച്ച വർഷം എന്നാണ്? നമ്മൾ പറഞ്ഞു ജ്ഞാനപീഠം ലഭിച്ച രണ്ടാമത്തെ മലയാളിയാണ്. എസ്.കെ. പൊറ്റക്കാടിന് ലഭിച്ചത് 1980. അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, 1980 ഓക്കെ. അപ്പൊ എസ്.കെ. പൊറ്റക്കാടിന് ജ്ഞാനപീഠം ലഭിച്ച വർഷം എന്നാണ്? 1980 കേട്ടോ. ഓക്കെ.
അടുത്തത് എസ് കെ പൊറ്റക്കാടിന്റെ പ്രധാനപ്പെട്ട കൃതികൾ. എസ് കെ പൊറ്റക്കാടിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് വിശ്വകന്യക, നാടൻ പ്രേമം, മൂടുപടം, പ്രേമശിക്ഷ, ഒരു ദേശത്തിന്റെ കഥ, ഒരു തെരുവിന്റെ കഥ, കബീന, പാതിരാസൂര്യന്റെ നാട്ടിൽ, കാപ്പികളുടെ നാട്ടിൽ. ഇതൊന്നും അല്ല, ഒരുപാട് കൃതികളുണ്ട്. നമ്മൾ പ്രധാനപ്പെട്ടത് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ എസ് കെ പൊറ്റക്കാടിന്റെ പ്രധാന കൃതികള് വിശ്വകന്യക, നാടൻ പ്രേമം, മൂടുപടം, പ്രേമശിക്ഷ, ഒരു ദേശത്തിന്റെ കഥ, ഒരു തെരുവിന്റെ കഥ, കബീന, പാതിരാസൂര്യന്റെ നാട്ടിൽ, കാപ്പിരികളുടെ നാട്ടിൽ. സാഹിത്യം നൽകിയ സമഗ്ര സംഭാവന പരിഗണിച്ച് ജ്ഞാനപീഠം നൽകി തുടങ്ങിയത് 1982. അപ്പൊ ശ്രദ്ധിക്കുക, ആദ്യം നമ്മുടെ ആർക്ക് ലഭിച്ചു? ജി ശങ്കരക്കുറുപ്പിന് ലഭിച്ചു 1965. അദ്ദേഹത്തിന്റെ കൃതിയുടെ പേര് ഓടക്കുഴൽ എന്ന് പറയുന്ന കൃതിക്കാണ്. രണ്ടാമത് ലഭിച്ചത് 1980 ആർക്കാ? എസ് കെ പൊറ്റക്കാടിനാണ്. അദ്ദേഹത്തിന്റെ കൃതിയുടെ പേര് ഒരു ദേശത്തിന്റെ കഥയാണ്. പിന്നീട് 82 ആയപ്പോഴത്തേക്കും എന്ത് വന്നു? സമഗ്ര സംഭാവനയ്ക്ക് നൽകാൻ തുടങ്ങി. അപ്പം സമഗ്ര സംഭാവനയ്ക്ക് നൽകിയത് 1982. ഇനി ജ്ഞാനപീഠം ലഭിച്ച മൂന്നാമത്തെ മലയാളി ആരാണ്? തകഴിയാണ് അല്ലെ. 1984 കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആരാ? ജി ശങ്കരക്കുറുപ്പ്. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ഓർമ്മയുടെ തീരങ്ങളിൽ എന്റെ വക്കീൽ ജീവിതം. തകഴിയുടെ ആദ്യ നോവൽ ത്യാഗത്തിന് പ്രതിഫലം. തകഴിയുടെ ആദ്യ നോവലിന്റെ പേരെന്താ? ത്യാഗത്തിന് പ്രതിഫലം. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയാണ് ചെമ്മീൻ. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി ഏതാണ്? ചെമ്മീനാണ്. ചെമ്മീൻ എന്ന നോവൽ പുറത്തിറങ്ങിയ വർഷം 1957 അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. ചെമ്മീൻ എന്ന നോവൽ പുറത്തിറങ്ങിയ വർഷം എന്നാ? ചെമ്മീൻ എന്ന നോവൽ പുറത്തിറങ്ങിയ വർഷം 1956. ചെമ്മീൻ എന്ന സിനിമ പുറത്തിറങ്ങിയ വർഷം 1965. ചെമ്മീൻ എന്ന നോവൽ അദ്ദേഹം രചിച്ചത് 1956 സിനിമയാകുന്നത് എന്നാണ്? 1965. 1957 അദ്ദേഹത്തിന് എന്തോ ലഭിച്ചു? കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു അല്ലെ. സി.പി. രാമസ്വാമി അയ്യർ നിരോധിച്ച തകഴിയുടെ നാടകത്തിന്റെ പേര് തോറ്റില്ല എന്നാണ്. സി.പി. രാമസ്വാമി അയ്യർ നിരോധിച്ച തകഴിയുടെ നാടകം എന്താണ്? തോറ്റില്ല. സി.പി. രാമസ്വാമി അയ്യർ കഥാപാത്രമാണ് തകഴിയുടെ നോവലാണ് ഏണിപ്പടികൾ. സി.പി. നിരോധിച്ച തകഴിയുടെ നാടകം തോറ്റില്ല. സി.പി. രാമസ്വാമി അയ്യർ കഥാപാത്രമാണ് തകഴിയുടെ കൃതി ഏതാ? ഏണിപ്പടികൾ. തകഴിക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് കയർ. തകഴിക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാ? കയർ. മലയാളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നോവലാണ് കയർ. മലയാളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നോവൽ ഏതാണ്? കയർ. അപ്പൊ തകഴിക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി കയറാണ്. മലയാളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നോവൽ കയറാണ്. അങ്ങനെയാണെങ്കിൽ മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാ? അവകാശികളാണ്. അത് രചിച്ചത് വിലാസിനിയാണ്. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ അവകാശികൾ, രചിച്ചത് വിലാസിനിയാണ്. വിലാസിനി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന M.K. മേനോനാണ്. M.K. മേനോൻ. അവകാശികൾ എന്ന നോവലിന് പശ്ചാത്തലം ഒരുക്കിയ രാജ്യമാണ് മലേഷ്യ. അവകാശികൾ എന്ന നോവലിന് പശ്ചാത്തലം ഒരുക്കിയ രാജ്യം ഏതാണ്? മലേഷ്യയാണ്. അപ്പൊ അവകാശികൾ എന്ന നോവലിന് പശ്ചാത്തലം ഒരുക്കിയ രാജ്യം ഏതാണ്? മലേഷ്യ. ആധുനിക ഭാരതത്തിലെ മഹാഭാരതം എന്നറിയപ്പെടുന്ന നോവൽ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവകാശികളാണ്. ആധുനിക ഭാരതത്തിലെ മഹാഭാരതം എന്നറിയപ്പെടുന്ന നോവൽ ഏതാണ്? അവകാശികളാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ മലയാളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നോവല കയർ. അപ്പൊ ഏറ്റവും വലിയ നോവൽ വെച്ച് കഴിഞ്ഞാൽ അവകാശികളാണ്. ഇനി നമ്മൾ നോക്കുന്നത് തകഴിയുടെ പ്രധാനപ്പെട്ട കൃതികളാണ്. രണ്ടിടങ്ങഴി, ഏണിപ്പടികൾ, തോട്ടിയുടെ മകൻ, കയർ, അനുഭവങ്ങൾ, പാളിച്ചകള്, അഴിയാക്കുരുക്ക്, ഒരു മനുഷ്യന്റെ മുഖം, ഔസേപ്പിന്റെ മക്കൾ, ബലൂണുകൾ, പുന്നപ്ര വയലാറിന് ശേഷം, മാഞ്ചുവട്ടിൽ, വെള്ളപ്പൊക്കത്തിൽ തുടങ്ങിയവയൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഏതൊക്കെയാണ്? രണ്ടിടങ്ങഴി, ഏണിപ്പടികൾ, തോട്ടിയുടെ മകൻ, കയർ, അനുഭവങ്ങൾ, പാളിച്ചകൾ, അഴിയാക്കുരുക്ക്, ഒരു മനുഷ്യന്റെ മുഖം, ഔസേപ്പിന്റെ മക്കൾ, ബലൂണുകൾ, പുന്നപ്ര വയലാറിന് ശേഷം, മാഞ്ചുവട്ടിൽ, വെള്ളപ്പൊക്കത്തിൽ. ഓക്കെ. അടുത്തത് ജ്ഞാനപീഠം നേടിയ അടുത്ത മലയാളി ആരാ? M.D. വാസുദേവൻ. നാലാമത്തെ വ്യക്തിയാണ് ആരാ? M.D. വാസുദേവൻ. 1995. ഇദ്ദേഹത്തെ നിളയുടെ കഥാകാരൻ, കൂടല്ലൂരിന്റെ കഥാകാരൻ, കേരള ഹെമിംഗ്വേ എന്നൊക്കെ അറിയപ്പെടുന്നു. യഥാർത്ഥ പേര് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്നാണ്. യഥാർത്ഥ പേരെന്താ? മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ. ആദ്യ നോവലിന്റെ പേര് പാതിരാവും പകൽ വെളിച്ചവും എന്നാണ്. ആദ്യ നോവലാണ് പാതിരാവും പകൽ വെളിച്ചവും. അപ്പൊ നിളയുടെ കഥാകാരൻ എന്നും കൂടല്ലൂരിന്റെ കഥാകാരൻ, കേരള ഹെമിംഗ്വേ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാ? M.D. വാസുദേവൻ നായരാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ. അദ്ദേഹത്തിന്റെ ആദ്യ നോവലിന്റെ പേരെന്താ? പാതിരാവും പകൽ വെളിച്ചവും.
പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ നോവല് നാലുകെട്ട് എന്നുള്ളതാണ്. പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ ഏതാ? നാലുകെട്ട്. MD വാസുദേവൻ നായർ രചിച്ച ഒരേ ഒരു നാടകത്തിന്റെ പേര് ഗോപുര നടയിൽ. അപ്പൊ MDയുടെ ഒരേ ഒരു നാടകം ഗോപുര നടയിൽ. MD തിരക്കഥ രചിച്ച ആദ്യ സിനിമയാണ് മുറപ്പെണ്ണ്. MD ഗാനരചന നടത്തിയ ആദ്യ സിനിമ വളർത്തുമൃഗങ്ങളാണ്. അപ്പൊ MD ഗാനരചന നടത്തിയ ആദ്യ സിനിമ വളർത്തുമൃഗങ്ങൾ, MD തിരക്കഥ രചിച്ച ആദ്യ സിനിമ മുറപ്പെണ്ണുമാണ്. കിട്ടുന്നുണ്ടോ പോയിന്റുകള്? നിളയുടെ കഥാകാരൻ, കൂടല്ലൂരിന്റെ കഥാകാരൻ എന്നൊക്കെ അറിയപ്പെടുന്ന, കേരള ഹെമിംഗ്വേ എന്നൊക്കെ അറിയപ്പെടുന്ന MD വാസുദേവൻ നായരാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്നാണ്. അദ്ദേഹത്തിന്റെ ആദ്യ നോവലാണ് പാതിരാവും പകൽ വെളിച്ചവും. പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ നോവലാണ് നാലുകെട്ട്. MD വാസുദേവൻ നായർ രചിച്ച ഒരേ ഒരു നാടകമാണ് ഗോപുര നടയില്. MD തിരക്കഥ രചിച്ച ആദ്യ സിനിമ മുറപ്പെണ്ണാണ്. MD ഗാനരചന നടത്തിയ ആദ്യ സിനിമയാണ് വളർത്തുമൃഗങ്ങൾ. MD വാസുദേവൻ നായർക്ക് ലഭിച്ച പ്രധാനപ്പെട്ട അവാർഡുകൾ നോക്കാം. 1970 കാലം എന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. കാലം, കേന്ദ്ര സാഹിത്യ അക്കാദമി. 73 നിർമാല്യം എന്ന സിനിമയ്ക്ക് ദേശീയ പുരസ്കാരം. 73 നിർമാല്യം എന്ന സിനിമയ്ക്ക് ദേശീയ പുരസ്കാരം. 85 രണ്ടാമൂഴം എന്ന കൃതിക്ക് വയലാർ അവാർഡ്. 1985 വയലാർ അവാർഡ് രണ്ടാമൂഴം ഇല്ലേ? അപ്പൊ നോക്കി, 70 കാലം എന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി, 73 നിർമാല്യം എന്ന കൃതിക്ക് എന്ന സിനിമയ്ക്ക് ദേശീയ പുരസ്കാരം, 1985 രണ്ടാമൂഴം എന്ന കൃതിക്ക് വയലാർ അവാർഡ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് 3 തവണ ലഭിച്ചു. 58 നാലുകെട്ട്, 82 ഗോപുര നടയിൽ, 86 സ്വർഗം തുറക്കുന്ന സമയം. അപ്പൊ 1958 നാലുകെട്ട്, 1982 ഗോപുര നടയിൽ, 1986 സ്വർഗം തുറക്കുന്ന സമയം. 1993 വാനപ്രസ്ഥം എന്ന കൃതിക്ക് ഓടക്കുഴൽ പുരസ്കാരം. അപ്പം ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ഏത് കൃതിക്കാണ്? ഓടക്കുഴൽ പുരസ്കാരം വാനപ്രസ്ഥം എന്ന കൃതിക്ക്. 1995 ജ്ഞാനപീഠം, 2005 പത്മഭൂഷൺ. 1995 ജ്ഞാനപീഠം, 2005 പത്മഭൂഷൺ. ഓക്കെ, അപ്പം 58 നാലുകെട്ട് എന്ന കൃതിക്ക് എന്ത് കിട്ടി? കേരള സാഹിത്യ അക്കാദമി അവാർഡ്. 82 ഗോപുര നടയിൽ, 86 സ്വർഗം തുറക്കുന്ന സമയം. 93 വാനപ്രസ്ഥം എന്ന കൃതിക്ക് ഓടക്കുഴൽ അവാർഡ്. 95 ജ്ഞാനപീഠവും 2005 പത്മഭൂഷണം ലഭിച്ചു. 2009 കേരളവർമ്മ പഴശ്ശിരാജ എന്ന സിനിമയ്ക്ക് മികച്ച തിരക്കഥയ്ക്കുള്ള കേരള സംസ്ഥാന പുരസ്കാരം. കേരളവർമ്മ പഴശ്ശിരാജ എന്ന സിനിമയ്ക്ക് മികച്ച തിരക്കഥയ്ക്കുള്ള കേരള സംസ്ഥാന പുരസ്കാരം. 2011 എഴുത്തച്ഛൻ പുരസ്കാരം, 2013 JC ഡാനിയൽ പുരസ്കാരവും കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പും. 2011 എഴുത്തച്ഛൻ പുരസ്കാരം, 2013 JC ഡാനിയൽ പുരസ്കാരവും കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പും ലഭിച്ചു. 2014 മലയാള സാഹിത്യത്തിൽ അദ്ദേഹത്തിന്റെ സമഗ്ര സംഭാവനയ്ക്കുള്ള നാലപ്പാടൻ പുരസ്കാരം. അപ്പൊ നാലപ്പാടൻ പുരസ്കാരം ലഭിച്ചത് 2014 മലയാള സാഹിത്യത്തിൽ അദ്ദേഹത്തിന്റെ സമഗ്ര സംഭാവനയ്ക്കുള്ള എന്ത് ലഭിച്ചു? നാലപ്പാടൻ പുരസ്കാരം ലഭിച്ചു. 2022 പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമായ പ്രഥമ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചു. 2022 പ്രഥമ കേരള ജ്യോതി പുരസ്കാരം. 2025 മരണാനന്തര ബഹുമതിയായിട്ട് പത്മവിഭൂഷൺ ലഭിച്ചു. 2025 മരണാനന്തര ബഹുമതിയായിട്ട് പത്മവിഭൂഷൺ. അപ്പൊ ഇത്രയും പുരസ്കാരങ്ങളാണ്. ആർക്ക് ഇത്രയല്ല, ഇത് കൂടുതൽ പുരസ്കാരങ്ങളുടെ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പം ഇതൊക്കെ നമ്മൾ പരീക്ഷകൾക്കൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. MD വാസുദേവൻ നായർക്ക് മികച്ച തിരക്കഥയ്ക്ക് ദേശീയ പുരസ്കാരം 4 തവണ ലഭിച്ചിട്ടുണ്ട്. 1990 ഒരു വടക്കൻ വീരകഥ, 92 കടവ്, 93 സതയം, 95 പരിണയം. അപ്പൊ 1990 ഒരു വടക്കൻ വീരകഥ എന്ന സിനിമ, 92 കടവ്, 1993 സതയം, 1995 പരിണയം. ഈ സിനിമകൾക്കൊക്കെ അദ്ദേഹത്തിന് എന്ത് ലഭിച്ചു? ദേശീയ പുരസ്കാരം ലഭിച്ചു. ഓക്കെ, മുറപ്പെണ്ണ് എന്ന സിനിമയ്ക്ക് ആസ്പദമായ ചെറുകഥ സ്നേഹത്തിന്റെ മുഖങ്ങൾ. മുറപ്പെണ്ണ് എന്ന സിനിമയ്ക്ക് ആധാരമായ ചെറുകഥയാണ് സ്നേഹത്തിന്റെ മുഖങ്ങള് എന്ന് അദ്ദേഹത്തിന്റെ തന്നെ ചെറുകഥയാണ് കേട്ടോ. എന്ന് സ്വന്തം ജാനകിക്കുട്ടി എന്ന സിനിമയ്ക്ക് ആസ്പദമായ ചെറുകഥ ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ. തീർത്ഥാടനം എന്ന സിനിമയ്ക്ക് ആധാരമായ ചെറുകഥ വാനപ്രസ്ഥം. അപ്പൊ നോക്കിയേ, മുറപ്പെണ്ണ് എന്ന സിനിമയ്ക്ക് ആസ്പദമായ ചെറുകഥ സ്നേഹത്തിന്റെ മുഖങ്ങൾ. എന്ന് സ്വന്തം ജാനകിക്കുട്ടി എന്ന സിനിമയ്ക്ക് ആധാരമായ ചെറുകഥ ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ. തീർത്ഥാടനം എന്ന സിനിമയ്ക്ക് ആധാരമായ ചെറുകഥ എന്താണ്? വാനപ്രസ്ഥം.
പ്രധാനപ്പെട്ട കൃതികൾ നാലുകെട്ട്, അസുരവിത്ത്, മഞ്ഞ്. മഞ്ഞ് ഇതിന്റെ ബോധധാര നോവലാണ്, ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മഞ്ഞ് ബോധധാര നോവലാണ്. കാലം, രണ്ടാമൂഴം, ഭീമൻ. ഭീമൻ എന്നാണ് ഭീമൻ കഥാപാത്രമാണ് ഇവിടെ. ഭീമനാണ് രണ്ടാമൂഴം എന്ന കൃതിയിലെ കഥാപാത്രം കേട്ടോ. ഓക്കെ, അപ്പൊ എന്താ പ്രധാന കൃതി? നാലുകെട്ട്, അസുരവിത്ത്, മഞ്ഞ്. മഞ്ഞ് ബോധധാര നോവൽ, കാലം, രണ്ടാമൂഴം. ഭീമൻ കഥാപാത്രമാകുന്ന നോവലാണ് രണ്ടാമൂഴം. പാതിരാവും പകൽ വെളിച്ചവും, നിന്റെ ഓർമ്മയ്ക്ക്, കളിവീട്, വിലാപയാത്ര, അറബി പൊന്ന്, NV മുഹമ്മദുമായിട്ട് ചേർന്നിതാണ് കേട്ടോ. വാരണാസി, ഓളവും തീരവും, കുട്ടിയടത്തി, ഇരട്ടിന്റെ ആത്മാവ്, ഇതൊക്കെ ഇതിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. അപ്പൊ NV മുഹമ്മദുമായിട്ട് ചേർന്ന് എഴുതിയ നോവൽ ചോദിച്ചിട്ടുണ്ട്, അറബി പൊന്ന്. ഓക്കെ, ജ്ഞാനപീഠം ലഭിച്ച 5ാമത്തെ മലയാളി ആരാ? ONV ആണ്. 2007 അദ്ദേഹത്തിന് ലഭിക്കുന്നത്. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ഒറ്റപ്ലാവിൽ നീലകണ്ഠ അല്ലെങ്കിൽ നമ്പ്യാടിക്കൽ വേലുക്കുറുപ്പ് എന്നാണ്. ബാലമുരളി എന്ന പേരിലാണ് അദ്ദേഹം ബാലസാഹിത്യ കൃതികളൊക്കെ രചിച്ചിരിക്കുന്നത്. ബാലമുരളി. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ കൃതിയാണ് അഗ്നിശലഭങ്ങൾ. 1971 അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നത്. അപ്പൊ കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്ന ആരാണ്? ONV ആണ്. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് എന്താണ്? ഒറ്റപ്ലാവിൽ നീലകണ്ഠ അല്ലെങ്കിൽ നമ്പ്യാടിക്കൽ വേലുക്കുറുപ്പ്. അദ്ദേഹം ബാലസാഹിത്യ കൃതികളൊക്കെ എഴുതുന്ന പേര് ബാലമുരളി എന്ന പേരിലാണ്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ കൃതിയാണ് അഗ്നിശലഭങ്ങൾ 1971. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി അക്ഷരം 1975. വയലാർ അവാർഡ് ലഭിച്ച കൃതി ചോദിച്ചിട്ടുണ്ട്, ഉപ്പാണ്. 1982. വയലാർ അവാർഡ് ലഭിച്ച കൃതി ഉപ്പ് 1982. പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാ? അക്ഷരം, അഗ്നിശലഭങ്ങൾ, ഉപ്പ്, ഉജ്ജയിനി, കറുത്ത പക്ഷിയുടെ പാട്ട്, മയിൽപീലി, ഒരു തുള്ളി വെളിച്ചം, ദാഹിക്കുന്ന പാനപാത്രം, ഭൂമിക്ക് ഒരു ചരമഗീതം, ശാർണക പക്ഷികൾ, സ്വയംവരം, മൃഗയ, ഭൈരവന്റെ തുടി, വളപ്പൊട്ടുകൾ. ഇതെല്ലാം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഓക്കെ, ഓർത്തിരിക്കുക. അടുത്ത ജ്ഞാനപീഠ പുരസ്കാരം നേടിയ 6ാമത്തെ മലയാളി ആരാടെ? അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ്. 2019 20ാം നൂറ്റാണ്ട് ഇതിഹാസകാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? അക്കിത്തമാണ്. 20ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസകാരൻ. 1972 കേരള സാഹിത്യ അക്കാദമി അവാർഡും 1973 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയാണ് ബലിദർശനം. ONVയുടെ വർഷം എന്നാണ്? 2007 കേട്ടോ. ഇരുപതാം നൂറ്റാണ്ട് ഇതിഹാസകാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? അക്കിത്തമാണ്. 1972 കേരള സാഹിത്യ അക്കാദമി അവാർഡും 1973 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയാണ് ഏതാ? ബലിദർശനം. അക്കിത്തത്തിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി അന്തിമഹാകാലം 2012. അക്കിത്തത്തിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാ? അന്തിമഹാകാലം 2012. പ്രധാന കൃതികൾ 20ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം, ബലിദർശനം, ഇടിഞ്ഞുപൊളിഞ്ഞ ലോകം, അരങ്ങേറ്റം, ധർമ്മസൂര്യൻ, വെണ്ണക്കല്ലിന്റെ കഥ. അപ്പൊ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാ? 20ാം നൂറ്റാണ്ട് ഇതിഹാസം, ബലിദർശനം, ഇടിഞ്ഞുപൊളിഞ്ഞ ലോകം, അരങ്ങേറ്റം, ധർമ്മസൂര്യൻ, വെണ്ണക്കല്ലിന്റെ കഥ. ഇതൊക്കെ എന്താണ്? അക്കിത്തത്തിന്റെ മറ്റ് പ്രധാനപ്പെട്ട കൃതികളാണ്. അങ്ങനെ 6 മലയാളികൾക്കാണ് ജ്ഞാനപീഠം ലഭിച്ചിരിക്കുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ ആൾക്കാരെ കൂടെ നോക്കാം. 2022 ജ്ഞാനപീഠ പുരസ്കാരം ദാമോദർ മൗസോ, 2023 ജ്ഞാനപീഠ പുരസ്കാരം ഉറുദു കവിയായ ഗുൽസാറിനും സംസ്കൃത പണ്ഡിതനായ ജഗദ്ഗുരു രാം ഭദ്രാചാര്യയ്ക്കും ലഭിച്ചു. അവർക്ക് ലഭിച്ചത് 58ാമത് പുരസ്കാരമാണ്. അപ്പൊ 2022 ദാമോദർ മൗസോ, 23 ഉറുദു കവിയായ ഗുൽസാർ, സംസ്കൃത പണ്ഡിതനായ ജഗദ്ഗുരു രാം ഭദ്രാചാര്യ, ഇവർക്കൊക്കെ 58ാമത് പുരസ്കാരം. 2024 ജ്ഞാനപീഠ പുരസ്കാരം വിനോദ് കുമാർ ശുക്ലയ്ക്കാണ്. അദ്ദേഹത്തിന് 59ാമത് പുരസ്കാരമാണ് ലഭിച്ചത്. അദ്ദേഹം ഹിന്ദി സാഹിത്യകാരനാണ്. അദ്ദേഹം എവിടെ നിന്നുള്ള വ്യക്തിയാണ്? ഛത്തീസ്ഗഡ്. ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഛത്തീസ്ഗഡിൽ നിന്നുള്ള ആദ്യത്തെ ജ്ഞാനപീഠ ജേതാവാണ് കേട്ടോ. ഛത്തീസ്ഗഡിൽ നിന്നുള്ള ആദ്യത്തെ ജ്ഞാനപീഠ ജേതാവ് ആരാണ്? വിനോദ് കുമാർ ശുക്ലയാണ്. അദ്ദേഹത്തിന് 59ാമത് പുരസ്കാരമാണ് ലഭിച്ചത്. ഹിന്ദി സാഹിത്യത്തിനാണ്. ക്ലിയർ അല്ലേ? അപ്പം നമ്മുടെ അതായത് ജ്ഞാനപീഠവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ജ്ഞാനപീഠം ആദ്യമായിട്ട് ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാണ്? ജി ശങ്കരക്കുറുപ്പിനാണ്. 1965 ഓടക്കുഴല്. പിന്നീട് SK പൊറ്റക്കാടിന് ലഭിച്ചു 1980 അല്ലെ? ദേശത്തിന്റെ കഥ.
പിന്നെ തകഴിക്കാണ് ലഭിച്ചത്. തകഴിക്ക് 1984 സമഗ്ര സംഭാവനയായിട്ടാണ് പിന്നീട് ലഭിച്ചത്, 82 മുതൽ അല്ലേ. പിന്നെ ലഭിച്ചത് ആർക്കാണ്? MD വാസുദേവൻ നായർക്കാണ് 1995. പിന്നെ ONVക്കാണ്. ONVക്ക് എന്ന് ലഭിച്ചു 2007. പിന്നെ ആർക്കാ ലഭിച്ചത്? അക്കിത്തത്തിനാണ്. അക്കിത്തത്തിന് ഏത് വർഷമാണ്? 2019. വർഷങ്ങളും ആളുകളും പിന്നെ കൃതികളുണ്ടെങ്കിൽ കൃതികളും പിന്നെ ഇവരെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളുമാണ് നമ്മൾ പറഞ്ഞത്. അപ്പം ഇതൊക്കെ വൃത്തിയായിട്ട് പഠിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പാത്രം അറിഞ്ഞ് ദാനം ചെയ്യണമെന്ന പഴഞ്ചൊല്ലിന്റെ പൊരുൾ എന്താണെന്ന്? ഭിക്ഷക്കാർക്ക് ദാനം നൽകണം, ആളറിഞ്ഞ് ദാനം നൽകണം, ബുദ്ധി ഉള്ളവർക്ക് ദാനം നൽകണം, എല്ലാവർക്കും ദാനം നൽകണം. എന്താ പാത്രം അറിഞ്ഞ് ദാനം ചെയ്യണം എന്ന് വെച്ചാൽ ആളറിഞ്ഞ് കൊടുക്കണം എന്നാണ്. ആളറിഞ്ഞ് ദാനം ചെയ്യണം അല്ലേ. അപ്പം ബി ആണ് നമ്മുടെ ആൻസർ. കുറച്ച് പഴഞ്ചൊല്ലുകൾ നോക്കാം. ഊനം വന്നാൽ ഉപായം വേണം എന്ന് വെച്ചാൽ എന്താ? ഒരു കുറവുണ്ടായാൽ അത് നികത്താനുള്ള വഴിയും കണ്ടെത്തണം. ഒരു കുറവുണ്ടായാൽ അത് നികത്താനുള്ള വഴിയും കണ്ടെത്തണം. ഊനം വന്നാൽ ഉപായം വേണം. എല്ലുമുറിയെ പണിതാൽ പല്ലുമുറിയെ തിന്നാം. അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ സമ്പത്ത് ധാരാളം ഉണ്ടാകും അല്ലേ. കരയെടുക്കുമ്പോൾ തുഴയിട്ട് കളയല്ലേ കേട്ടോ. കരയെടുക്കുമ്പോൾ തുഴയിട്ട് കളയല്ലേ നല്ലൊരു പഴഞ്ചൊല്ലാണ്. അതായത് ലക്ഷ്യത്തോട് അടുക്കാറാകുമ്പോൾ ആത്മവിശ്വാസത്താൽ നാശം സംഭവിക്കും. അമിത ആത്മവിശ്വാസത്താൽ എന്ത് ചെയ്യും? കരയെടുക്കാറായി, ഇനി എനിക്കങ്ങ് രക്ഷപ്പെടാം, എനിക്ക് എന്ത് ചെയ്യാം, പോകാം എന്നും പറഞ്ഞു തുഴയെടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ എത്താൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ ലക്ഷ്യത്തോട് അടുക്കുമ്പോൾ നമ്മൾ അമിത ആവേശം കാണിക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നാശം സംഭവിക്കും എന്നാണ്. കടിഞ്ഞാണില്ലാത്ത കുതിര ഏതിലെയും പായും എന്ന് വെച്ചാൽ എന്താ? നിയന്ത്രണമില്ലാതെ വളർന്നാൽ ഏത് വഴിയും പോവും എന്നാണ്. കഞ്ഞി കൊടുക്കാതെ കൊന്നിട്ട് പാൽപ്പായസം തലവഴി ഒഴിക്കുക. ജീവിച്ചിരിക്കുമ്പോൾ നൽകാത്ത സ്നേഹം മരണശേഷം നൽകുക. ജീവിച്ചിരിക്കുമ്പോൾ നൽകാത്ത സ്നേഹം എന്ത് ചെയ്യുക? മരണശേഷം നൽകുക. കഞ്ഞി കൊടുക്കാതെ കൊന്നിട്ട് പാൽപ്പായസം തലവഴി ഒഴിക്കുക. അടുത്തതോ, കടഞ്ഞാൽ കിട്ടാത്ത വെണ്ണ കുടഞ്ഞാൽ കിട്ടുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? കിട്ടാത്ത വസ്തുവിന് വേണ്ടിയുള്ള പാഴ്ശ്രമം. അപ്പൊ കടഞ്ഞാൽ കിട്ടാത്ത വെണ്ണ കുടഞ്ഞാൽ കിട്ടുമോ? കിട്ടാത്ത വസ്തുവിന് വേണ്ടിയുള്ള പാഴ്ശ്രമമാണ്. കാറ്റ് വിതച്ചു കൊടുങ്കാറ്റ് കൊയ്യുക. ചെറിയ തെറ്റ് ചെയ്ത് വലിയ ദുഷ്ഫലം അനുഭവിക്കുക. കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യുക എന്ന് വെച്ചാൽ ചെറിയ തെറ്റ് ചെയ്ത് വലിയ ദുഷ്ഫലം അനുഭവിക്കുക. കുറുന്തോട്ടിക്കും വാദം, ഏറെ പ്രാഗൽഭ്യമുള്ള കാര്യത്തിൽ വീഴ്ച സംഭവിക്കുക. നനഞ്ഞിറങ്ങിയാൽ കുളിച്ചു കയറണം. ഒരു പ്രവൃത്തി ചെയ്യാൻ തുനിഞ്ഞാൽ അത് പൂർത്തീകരിക്കണം. അടുത്തതാണ്, സൂചി കൊണ്ട് എടുക്കേണ്ടത് തൂമ്പ കൊണ്ട് എടുക്കുക. ചെറിയ ചെലവ് ചെയ്തു തീർക്കാവുന്ന ഒന്ന് വലിയ ചെലവിലേക്ക് മാറ്റുക. അപ്പൊ കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് വീഴുക, ചെറിയ തെറ്റ് ചെയ്ത് വലിയ ദുഷ്ഫലം അനുഭവിക്കുക. കുറുന്തോട്ടിക്കും വാദം, ഏറെ പ്രാഗൽഭ്യമുള്ള കാര്യത്തിൽ വീഴ്ച സംഭവിക്കാം. നനഞ്ഞിറങ്ങിയാൽ കുളിച്ചു കയറണം. ഒരു പ്രവൃത്തി ചെയ്യാൻ തുനിഞ്ഞാൽ അത് പൂർത്തീകരിക്കണം. സൂചി കൊണ്ട് എടുക്കേണ്ടത് തൂമ്പ കൊണ്ട് എടുക്കുക. ചെറിയ ചെലവ് ചെയ്തു തീർക്കാവുന്ന ഒന്ന് വലിയ ചെലവിലേക്ക് മാറ്റുക. കഞ്ഞി ഒടിച്ചു കിടന്നാലും മീശ തുളപ്പാൻ ആള് വേണം എന്ന് വെച്ചാൽ എന്താ? കഞ്ഞിക്ക് വകയില്ലെങ്കിലും ആഠ്യത്തിന് ഒരു കുറവും ഇല്ല. അഴകുള്ള ചക്കയെ ചുളയില്ല. അഴകുള്ള ചക്കയെ ചുളയില്ല എന്ന് പറയുന്നത് എന്താ? പുറമോടി കണ്ട് ഭ്രമിക്കരുത് എന്നാണ്. ഇന്ദുലേഖ ഇല്ലെങ്കിൽ ദാസി. വിചാരിച്ചത് കിട്ടിയില്ലെങ്കിൽ കിട്ടിയത് കൊണ്ട് എന്ത് ചെയ്യുക? തൃപ്തിപ്പെടുക എന്നുള്ളതാണ്. ഇരുട്ടുകൊണ്ട് ഓട്ടയടിക്കുക. പ്രയോജനരഹിതമായ തൽക്കാല പരിഹാരം കാണുക. പ്രയോജനരഹിതമായ തൽക്കാല പരിഹാരം. അപ്പൊ കഞ്ഞി കുടിച്ച് കിടന്നാലും മീശ തുടപ്പാൻ ആള് വേണമെന്ന് വെച്ചാൽ എന്താ? കഞ്ഞിക്ക് വകയില്ലെങ്കിലും ആഠ്യത്തിന് കുറവൊന്നുമില്ല. അഴകുള്ള ചക്കയെ ചുളയില്ല. പുറമോടി കണ്ട് ഭ്രമിക്കരുത്. ഇന്ദുലേഖ ഇല്ലെങ്കിൽ ദാസി. വിചാരിച്ചത് കിട്ടിയില്ലെങ്കിൽ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുക. ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുക. പ്രയോജനരഹിതമായ തൽക്കാല പരിഹാരം കാണുക. കണിയാനെ പിടിച്ച് തെങ്ങിൽ കയറ്റുക എന്ന് വെച്ചാൽ പരിചയമില്ലാത്ത പ്രവൃത്തി ഏൽപ്പിക്കുക. ഇല്ലത്ത് നിന്ന് പുറപ്പെടുകയും ചെയ്ത് അമ്മാ തൊട്ട് എത്തിയതുമില്ല എന്ന് വെച്ചാൽ പൂർത്തീകരിക്കാത്ത പ്രവൃത്തി എന്നാണ്. ഇല്ലത്ത് നിന്ന് പുറപ്പെടുകയും ചെയ്ത് അമ്മാ തൊട്ട് എത്തിയതുമില്ല, പൂർത്തീകരിക്കാത്ത പ്രവൃത്തി. ഓക്കെ ആണോ? പഴഞ്ചൊല്ലുകളൊക്കെ നമ്മുടെ സ്ഥിരമാണ് ഇപ്പം പരീക്ഷകളിൽ. അടുത്ത ക്വസ്റ്റ്യൻ, പരോപകാരം എന്ന പദം പിരിച്ചെഴുതാനാണ് ചോദിച്ചത്. പരോ അധിക ഉപകാരം, പരനധിക ഉപകാരം, പര അധിക ഉപകാരം, പരനധിക ഉപകാരം. ഏതാ വരേണ്ടത്? പരോപകാരം, പര അധികം ഉപകാരം. കുറച്ച് വാക്കുകൾ നമുക്ക് നോക്കാം. വിണ്ടലം, വിൺ അധികം തലം. കണ്ണീർ, കണ്ണധികം നീർ.
പുൻമുഖം ഉത്തധികം മുഖം, കണ്ടു കണ്ണധികം തു, കേട്ടു കേളധികം തു, വിദ്യുത് ശക്തി വിദ്യുത് അധികം ശക്തി. ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള വാക്കുകളാണ് ഇതൊക്കെ. വിണ്ടലം വിണ്ണധികം തലം, കണ്ണീർ കണ്ണധികം നീറ്, പുൻമുഖം ഉത് അധികം മുഖം, കണ്ടു കണ്ണധികം തു, കേട്ടു കേളധികം തു, വിദ്യുത് ശക്തി വിദ്യുത് അധികം ശക്തി. ശരചന്ദ്രൻ ശരത് അധികം ചന്ദ്രൻ, വിദ്യാലയം വിദ്യ അധികം ആലയം. ഗിരീശൻ ഗിരി അധികം ഈശൻ, മഹർഷി മഹാ അധികം ഋഷി. ഇമ്പോർട്ടൻ്റ് ആണ് മഹർഷി. ബാലൌഷധം ബാല അധികം ഔഷധം, ജഗദീശ്വരൻ ജഗത് അധികം ഈശ്വരൻ. ജഗത് ഇവിടെ അധികം ചിഹ്നമുണ്ട്, അധികം ഈശ്വരൻ. ഹൃദന്തം ഹൃത് അധികം അന്തം, ഉച്ചിഷ്ടം ഉത് അധികം ശിഷ്ടം, ഋഗ്വേദം ഋഗ് അധികം വേദം. അപ്പൊ ശരചന്ദ്രൻ ശരത് അധികം ചന്ദ്രൻ, വിദ്യാലയം വിദ്യ അധികം ആലയം. അടുത്തെന്താ? ഗിരീശൻ ഗിരി അധികം ഈശൻ, മഹർഷി മഹാ അധികം ഋഷി, ബാലൌഷധം ബാല അധികം ഔഷധം, ജഗദീശ്വരൻ ജഗത് അധികം ഈശ്വരൻ, ഹൃദന്തം ഹൃത് അധികം അന്തം, ഉച്ചിഷ്ടം ഉത് അധികം ശിഷ്ടം, ഋഗ്വേദം ഋഗ് അധികം വേദം. ഷഡാനൻ ഷഡ് അധികം ആനനൻ, നെന്മണി നെല് അധികം മണി, വെഞ്ചാമരം വെണ്ണധികം ചാമരം, ഭഗവത്ഗീത ഭഗവത് അധികം ഗീത, ഉന്നമ്രം ഉത്തധികം നമ്രം. ഷഡാനനൻ ഷഡ് അധികം ആനനൻ, നെന്മണി നെല്ല് അധികം മണി. വേറെ രീതിയിലായാലും നെല്ല് അധികം മണിയും ശരി തന്നെയാണ് കേട്ടോ. വെഞ്ചാമരം വെണ്ണധികം ചാമരം, ഭഗവത്ഗീത ഭഗവത് അധികം ഗീത, ഉന്നമ്രം ഉത്തധികം നമ്രം. അടുത്ത ക്വസ്റ്റ്യൻ, തെറ്റായ പുല്ലിംഗ സ്ത്രീലിംഗ ജോഡി ഏത്? ലേഖകൻ ലേഖിക, സ്വാമി സ്വാമിനി, ദേവൻ ദേവി. അടുത്തെന്താ? ജനകൻ ജാനകി. അപ്പൊ ഇതിനകത്ത് തെറ്റായ ജോഡി ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ജനകൻ ജാനകി എന്നുള്ളതാണ്. ലേഖകൻ ലേഖികയാണ്, സ്വാമി സ്വാമിനിയാണ്, ദേവൻ ദേവിയാണ്. ഇനി ജനകൻ എന്താ? ജനകൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ. അപ്പൊ അമ്മയ്ക്ക് എന്താ പറയുന്നത്? ജനനി എന്നാ. ജനകന്റെ പുത്രിയാ ജാനകി കേട്ടോ. അപ്പൊ ജനകൻ ജനനി എന്നാണ് വരേണ്ട സ്ത്രീലിംഗ ജോഡി. കുറച്ച് എതിർലിംഗങ്ങൾ പഠിക്കാം. ദ്വിജൻ ദ്വിജ. ദ്വിജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാ? ബ്രാഹ്മണനാണ് കേട്ടോ, ബ്രാഹ്മണൻ ആണ്. അപ്പൊ ദ്വിജൻ ദ്വിജ. ദാതാവ് ധാത്രി, നർത്തകൻ നർത്തകി, കവി കവയിത്രി. എഴുതുന്നതൊക്കെ ശ്രദ്ധിക്കണേ, കവയിത്രി. പരിവേദി പരിവേദിനി, യജമാനൻ യജമാനത്തി, വിദ്വേഷണൻ വിദ്വേഷിണി. അപ്പൊ ദ്വിജൻ ദ്വിജ, ദാതാവ് ധാത്രി, നർത്തകൻ നർത്തകി, കവി കവയിത്രി, പരിവേദി പരിവേദിനി, യജമാനൻ യജമാനത്തി, വിദ്വേഷണൻ വിദ്വേഷിണി. ഓക്കെ. സമ്പാദകൻ സമ്പാദകൻ സമ്പാദിക, കർത്താവ് കർത്തൃ, ശ്വശൂരൻ ശ്വശുറു, ഗായകൻ ഗായിക, നായകൻ നായിക, ലേഖകൻ ലേഖിക, തമ്പി തങ്കച്ചി, നമ്പ്യാർ നങ്ങ്യാർ, ചാക്യാർ ഇല്ലൊടമ്മ. അപ്പൊ സമ്പാദകൻ സമ്പാദിക, കർത്താവ് കർത്തൃ, ശ്വശൂരൻ ശ്വശുറു, ഗായകൻ ഗായിക, നായകൻ നായിക, ലേഖകൻ ലേഖിക, തമ്പി തങ്കച്ചി, നമ്പ്യാർ നങ്ങ്യാർ, ചാക്യാർ ഇല്ലൊടമ്മ. അടുത്ത കൈമൾ. കൈമൾ കുഞ്ഞമ്മ, പണ്ടാല കോവിലമ്മ, മാടമ്പി കെട്ടിലമ്മ, അങ്ങുന്ന് കൊച്ചമ്മ, നമ്പൂതിരി അന്തർജനം, വിധുരൻ വിധവ, യോഗി യോഗിനി, വിരഹി വിരഹിണി, പ്രഭു പ്രഭി. അപ്പൊ കൈമൾ കുഞ്ഞമ്മ, പണ്ടാല കോവിലമ്മ, മാടമ്പി കെട്ടിലമ്മ, അങ്ങുന്ന് കൊച്ചമ്മ, നമ്പൂതിരി അന്തർജനം, വിധുരൻ വിധവ, യോഗി യോഗിനി, വിരഹി വിരഹിണി, പ്രഭു പ്രഭി. കുറച്ച് എതിർലിംഗങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞത്. ദ്വിജൻ ദ്വിജ, ദാതാവ് ധാത്രി, നർത്തകൻ നർത്തകി, കവി കവയിത്രി, പരിവേദി പരിവേദിനി, യജമാനനോ യജമാനത്തി, വിദ്വേഷണൻ എന്താണ്? വിദ്വേഷിണി എന്നാണ്, വിദ്വേഷിണി.
സമ്പാദകൻ സമ്പാദികയാണ്, കർത്താവ് കർത്തൃ, ശ്വശൂരൻ ശ്വശുറു, ഗായകനോ ഗായിക, നായകൻ നായിക. ലേഖകനാണെങ്കിലോ ലേഖിക, തമ്പി തങ്കച്ചി, നമ്പ്യാർ നങ്ങ്യാർ, ചാക്യാറോ ഇല്ലൊടമ്മ. കൈമൾ കുഞ്ഞമ്മ, കൈമൾ കുഞ്ഞമ്മ, പണ്ടാല കോവിലമ്മ, മാടമ്പിയാണെങ്കിലോ കെട്ടിലമ്മ, അങ്ങന്ന് കൊച്ചമ്മ, നമ്പൂതിരി അന്തർജനം, വിധുരനോ, വിധുരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാ? ഭാര്യ മരിച്ചുപോയ ആളെയാണ് വിധുരൻ എന്ന് പറയുന്നത്. വിധുരൻ വിധവ, യോഗി യോഗിനി, വിരഹി വിരഹിണി, പ്രഭുവോ പ്രഭി. ഇങ്ങനെയാണ്. അപ്പം നമ്മൾ ഏകദേശം ഒരു 10 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എന്ത് ചെയ്തത് പറഞ്ഞത്. അപ്പോഴേ നമ്മൾ മുന്നോട്ടുള്ള, അതായത് ഡിഗ്രി ലെവൽ എക്സാമുകൾക്കൊക്കെ ഇനി ആവശ്യമായിട്ടുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക, ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് പോവുക. ഓക്കെ, താങ്ക് യു.